ചോദ്യം ചോദിക്കണോ? ലാസ്റ്റ് സെഷൻ എന്തായിരുന്നു? ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നോക്കട്ടെ. ഓക്കെ. ഇല്ല ഇല്ല, ഞാൻ അധികം ബുദ്ധിമുട്ടിക്കണില്ല. ലെറ്റ് ഗോ ആയിരുന്നു അല്ലേ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ലെറ്റ് ഗോ പറയുമ്പോൾ നമ്മളെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ ഭാരങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ ഒന്ന് ഒഴിവാക്കി വിടുക എന്നുള്ളത്. ഇപ്പൊ നമ്മളന്ന് അപ്പൂപ്പൻ താടിന്റെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു അപ്പൂപ്പൻ താടി എത്രത്തോളം ഉയരത്തിലോട്ട് പോകുന്നു, അത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാൽ ഭാരമില്ലാത്തതുകൊണ്ടാണ് അതിനങ്ങനെ പറക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ നമ്മളെ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള എല്ലാ വേദനകളും സങ്കടങ്ങളും അനുഭവങ്ങളും എല്ലാം നമ്മളെ കൂടെ തന്നെ വെച്ചിട്ട് ലൈഫിൽ സ്റ്റക്കായി പോയിക്കാണ്. നമുക്ക് പറക്കുന്നത് പോട്ടെ, നമുക്കൊന്ന് മുന്നോട്ട് നീങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അല്ലെ. അപ്പൊ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് ലാസ്റ്റ് സെഷനിൽ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് കയറുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതിന്റെ റെക്കോർഡിങ്സ് കാര്യങ്ങൾ യൂട്യൂബിലുണ്ട്. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് കാര്യങ്ങൾ അയച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലെറ്റ് ഫ്ലോ എന്നാണ്. അതായത് കഴിഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ പാസ്റ്റ് ലൈഫിനെ, കഴിഞ്ഞ ഭാരങ്ങളിൽ നിന്ന് മുന്നോട്ട് വരണം അല്ലെ, അതിനെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എങ്ങനെ അതൊക്കെ ഒഴിവാക്കിയിട്ട് എന്തായിരിക്കും അവസ്ഥ അല്ലെ, നമുക്ക് എങ്ങനെ ഈ ഒരു നിമിഷത്തിൽ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഹാപ്പി ആണോ ലൈഫിൽ? വെറുതെ പറയണ്ട. അതായത് നമ്മളടുത്ത് നമ്മൾ പല ആൾക്കാരുടെ അടുത്തും ചോദിക്കുകയാണ്, നിങ്ങൾ സന്തോഷമല്ലേ? അപ്പൊ ഉള്ളിൽ നല്ല വേദന ആണെങ്കിൽ അവർ പറയും, ഇങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകണല്ലേ, അൽഹംദുലില്ലാ എന്നൊക്കെ വെറുതെ പറയും. അങ്ങനെയല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അല്ലെങ്കിൽ നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യോ. ഓക്കെ, റിയാന മാം ഹാപ്പിയാണ്. അടുത്ത ആള് വെറുതെ മറ്റുള്ളവരത് നോക്കി പറയണ്ട കേട്ടോ. ഓക്കെ, സുഹാന മാം. ഓക്കെ, ബാക്കിയുള്ളവരും ഇട്ടാണെങ്കിൽ നമുക്ക്. ഓക്കെ, ബാനസീർ മാം. ഓക്കെ ഓക്കെ. അല്ല. ഓക്കെ. അപ്പം ഹാപ്പിനെസിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? സന്തോഷത്തിന്റെ ഡെഫിനിഷൻ എന്തായിരിക്കും? എന്തായിരിക്കും സന്തോഷം കിട്ടുക എന്നുള്ളത്? നമ്മൾ കോമൺ ആയിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുത്തു കഴിഞ്ഞാൽ ഞാൻ സന്തോഷമാവും എന്നുള്ളതാണ് അല്ലേ. എനിക്ക് കുറച്ച് കാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പൈസ കിട്ടണം. ഇപ്പം എൻ്റെ വീട്ടിൽ കുറച്ച് ദാരിദ്രാവസ്ഥയാണ്. അതൊന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് നല്ല വീടൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഈ സങ്കടങ്ങളൊക്കെ മാറി ഞാൻ ഹാപ്പി ആവുമെന്ന് വിചാരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പഠിക്കുന്ന കുട്ടിയാണെങ്കിലോ, ഞാൻ പഠിക്കുന്ന വിഷയത്തിൽ എനിക്ക് കുറച്ച് മാർക്കൊക്കെ കിട്ടിയിട്ട് ഞാൻ അതിൽ വിജയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ ടെൻഷനും തീർന്നിട്ട് ഞാൻ ഹാപ്പി ആവുമെന്ന് വിചാരിക്കും. അങ്ങനെ ഓരോരുത്തരും എന്തോ ഒന്ന് ശരിയായാൽ, എന്തോ ഒന്ന് ഓക്കെ ആയാൽ ഹാപ്പി ആവും എന്നാണ് ഭൂരിഭാഗം ആളുകളും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഭൂരിഭാഗം മനുഷ്യന്മാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സംതിങ് ലാക്കിങ്. ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, എന്തോ ഒന്ന് കുറവാണ്, എന്തോ ഒന്നില്ല. ഒക്കെ ശരിയാണ്, പക്ഷെ എന്തോ എന്തോ ഒന്നില്ല. അപ്പൊ ആ ഒന്ന് കിട്ടിയാൽ ഞാൻ ഫുള്ളാവും. നമ്മൾ ഫോണിലൊക്കെ ചാർജ് ആക്കുന്ന പോലെ ഒരു 80 85 90% ഓക്കെയാണ്. ബാക്കി എന്തോ ഒന്നുകൂടെ ശരിയാവാനുണ്ട്. അതിപ്പോ ചിലപ്പോൾ രോഗം മാറുന്നതായിരിക്കാം, പണം കിട്ടുന്നതായിരിക്കാം, കടം വീടുന്നതായിരിക്കാം. എന്തോ ഒന്നുകൂടെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഫുള്ളാവും. അതല്ലാത്തടത്തോളം ഞാൻ എന്തോ ഒന്ന് കുറഞ്ഞ ലാക്കിങ് ഫീലാണെന്നുള്ളത്. അപ്പം അതുകൂടെ ആ 100% ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തോ ഒന്നിന്റെ പിറകെ ഓൾവേസ് എല്ലാ മനുഷ്യന്മാരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം ആള് ചിന്തിക്കുകയാണ്, ഓക്കെ എൻ്റെ പഠനം ശരിയായാലും ഞാൻ 100% ഹാപ്പി ആവും. അയാളെ പഠനമൊക്കെ സെറ്റായി, റാങ്ക് കിട്ടി, ജോലി കിട്ടി. ആ 1 2 ദിവസം നല്ല സന്തോഷം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 2 3 4 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും തുടങ്ങും. ഇതല്ല, ഇനി അടുത്തത് എന്തോ ഒന്ന്. അപ്പോഴും അയാൾ എന്താണ്, ഇനിയും എന്തോ ഒരു കുറവ്, ഒരു ഫുൾഫില്ലിംഗ് ഫീല്, ഒരു ഫുൾ ആത്മനിർവൃതി അപ്പോഴും ഉണ്ടാവില്ല. അപ്പൊ വീണ്ടും അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, വീടെടുക്കണം. എന്നിട്ടോ ആ വീടെടുക്കുന്നത് വരെ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, അതായാലേ ഞാൻ സന്തോഷിക്കൂ എന്നുള്ള രീതിയിൽ ഓടും. വീടായി കഴിഞ്ഞ് കഴിഞ്ഞാലോ, ആദ്യത്തെ 2 ദിവസം 1 മാസം നല്ല സന്തോഷം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വീടിന്റെ കടം മാറിയെങ്കിൽ എൻ്റെ ഫുള്ളാവുള്ളൂ. അപ്പൊ പിന്നെ അത് വീട്ടാൻ വേണ്ടിയിട്ട് ഓടും. പിന്നെ അത് കഴിഞ്ഞിട്ട് മക്കളെ കെട്ടിക്കുന്നതായിരിക്കും, അപ്പൊ അതിന്റെ പിന്നാലെ ഓടും. അത് കഴിഞ്ഞിട്ട് മക്കൾക്ക് കുട്ടി ഉണ്ടാവുന്നതായിരിക്കും, അതിന്റെ പിന്നാലെ ഓടും. അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. അപ്പൊ പിന്നെ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ
പിന്നെ എനിക്കൊന്ന് റാഹത്തായിട്ട് ഇരിക്കാൻ വിചാരിക്കും. അപ്പയോ ഒരസുഖം മാറുമ്പോഴേക്ക് അടുത്ത അസുഖം വന്നിട്ടുണ്ടാവും. ഇനി നമ്മളത് മാറുമ്പോൾ വീട്ടിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടാവും. അപ്പൊ നാട്ടിൽ എന്തെങ്കിലും അപകട വാർത്തകളോ അതോ ഇതോ നമ്മൾ കേൾക്കുന്നുണ്ടാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ മരിക്കുന്നത് വരെ എന്തോ ഒന്ന് ഇപ്പൊ എനിക്കൊരു കുറവുണ്ട്, ഒരു ലാക്കിംഗ് ആണ്, ഞാൻ കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, 100% ആയിട്ടില്ല, ഒരു 80-85 ഉള്ളത്. അതും കൂടെ കിട്ടിയാൽ ഞാൻ 100 ആവും. എന്നാലോ നമ്മൾ എന്തെങ്കിലും ആവുന്നുണ്ടോ? ഇല്ല. മരിക്കുന്നത് വരെ അത് കിട്ടിയാലാവും, എന്നാലോ ആവുന്നില്ല. അങ്ങനെ നമ്മൾ എന്തോ ഒന്നിന്റെ പിന്നാലെ എല്ലാ മനുഷ്യരും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപകടകരമായ ഒരു ട്രാപ്പാണ്, അല്ലെ? നമ്മൾ തിരിച്ചറിയുന്നില്ലെങ്കിലും നമ്മളൊന്ന് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, നമ്മളെല്ലാവരും എന്തോ ഒരു കെണിയിൽ പെട്ടിക്കാണ്. ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്തോളം എന്നെങ്കിലും നമ്മൾ ഫുൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുമോ? ഏതെങ്കിലും സമയം ഇരിക്കാൻ വേണ്ടി പറ്റുമോ? നമ്മളിപ്പോൾ ഒരു പരിപാടി, ഒരു കല്യാണ വീട്ടിലോ ഫംഗ്ഷനിലോ പോയി അവിടെ സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചുറ്റിലുണ്ട്. നല്ല കാണാനുള്ള നല്ല കാഴ്ചകൾ, നല്ല ഭക്ഷണങ്ങൾ, ആളുകളായിട്ടുള്ള സംസാരങ്ങളെല്ലാം ഉണ്ട്. ഇതൊക്കെ ചുറ്റിലും ഉണ്ടെങ്കിലും നമ്മളെ ഉള്ളിൽ എനിക്ക് എന്തോ ഒരു കുറവുണ്ട്, ഒരു ഇത്തിരി ഒരു സംഭവം കൂടി ശരിയാവാണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പൂർണ്ണമായിട്ടും സന്തോഷമായിട്ട് നിൽക്കാൻ എനിക്ക് ഇവിടെ പറ്റൂല എന്ന് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ഒരു മനുഷ്യന് പൂർണ്ണമായിട്ടും ഇരിക്കുമോ? മരിക്കുന്നത് വരെ അവരെന്തോ ഒന്നിന്റെ പിന്നാലെ ഇങ്ങനെ ഇരിക്കും അല്ലെ? അപ്പം ഇതിൽ നിന്ന് പുറത്തു വരാനുള്ള വഴി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ നിങ്ങൾക്ക് ലൈഫിന്റെ ഏറ്റവും വലിയൊരു സീക്രട്ട് പറഞ്ഞുതരാം. വലിയൊരു സീക്രട്ടാണ്. അതായത് നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു, എവിടൊക്കെയോ നിങ്ങൾ എത്തിപ്പെട്ടു, നിങ്ങൾ എന്തൊക്കെയോ ആയി. ഇതൊക്കെ ആയതിനു ശേഷം അറിയാൻ വേണ്ടി പോകുന്ന ഒരു വലിയ സത്യം. ആ സത്യം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. നമ്മൾ ഒരുപാട് ഓടിയിട്ട് ആ സത്യം തിരിച്ചറിഞ്ഞിട്ട് എന്റെ കാലം കുറെ കഴിഞ്ഞു, ഇതൊക്കെ മുന്നേ അറിഞ്ഞിക്കാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ആ സത്യം ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. എന്താ അറിയോ ആ സത്യം? നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ടിരിക്കാം എന്നുള്ളൊരു സംഭവമല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കാലത്തും ഒരാളും സന്തോഷിക്കാൻ വേണ്ടി പോകുന്നില്ല. ആഗ്രഹങ്ങൾ നേടിയെടുത്തിട്ട് ഉത്തരവാദിത്തങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെയില്ല. ഇപ്പോ നിങ്ങളുടെ ഒക്കെ എന്റെയും നിങ്ങളെയും ഒക്കെ റിയൽ ആയിട്ടുള്ള ആ ഒരു നിധി എന്താണ്, നമ്മുടെ ജീവിതത്തിന്റെ നിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആരാണോ, നിങ്ങൾ ഇപ്പോ എവിടാണോ, നിങ്ങളെ കയ്യിൽ ഇപ്പോ എന്തുണ്ട്, നിങ്ങൾ ഇപ്പൊ എവിടെ നിൽക്കുന്നുണ്ട്, അതാണ് നമ്മുടെ റിയൽ ഹാപ്പിനെസ്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, നിങ്ങൾ എന്തൊക്കെ, നിങ്ങളൊരു 10 കോടി നിങ്ങൾ നേടിയെടുത്തോളി, എന്നിട്ടും ഇപ്പൊ നിങ്ങൾ മൈൻഡിലുണ്ട് വിചാരിക്കുക, അല്ല എൻ്റെ മൈൻഡിലുണ്ട് ഒരു 100 കോടി കിട്ടാൻ ഞാൻ സന്തോഷിക്കും. ഒരിക്കലും ഇല്ല. ആ 100 കോടി കിട്ടുമ്പോൾ എനിക്ക് അതിന്റെ സമാധാനക്കേട് അപ്പം വേറെ ഉണ്ടാവും. അപ്പൊ പിന്നെ എന്താണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്? എന്താണ് അതിലപ്പുറം വേറെന്താണ്? ഇല്ല. നമ്മളിങ്ങനെ ഓൾവേസ് ലാക്കിങ് ആവും. വ്യക്തമാവുന്നില്ല മാം. സ്റ്റക്ക് ആവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവണില്ലല്ലോ. വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല, ഓക്കെയാണ് ഓക്കെയാണ്. ആ ഓക്കെ. ഫാത്തിമ മാം അവിടുത്തെ നെറ്റിന്റെ കാണാൻ കുഴപ്പമാവും കേട്ടോ. ഓക്കെയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ 100 കോടി കിട്ടിയിട്ടും 10 കോടി കിട്ടിയിട്ടും നമ്മൾ ഒന്നും ആവാൻ വേണ്ടി പോകുന്നില്ല. നമ്മൾ അപ്പോഴും എന്തോ ഒന്നിന്റെ പിന്നാലെ കൂടും. അപ്പം ഇപ്പൊ നമ്മൾ ആരാണോ, നമ്മൾ ഏതവസ്ഥയിലാണോ, നമ്മളെ കയ്യിൽ ഈ നിമിഷത്തിൽ ഇപ്പൊ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളെ കയ്യിൽ എന്തൊക്കെയുണ്ടോ, നിങ്ങളെ കൂടെ ആരൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങളുണ്ടോ, ഇതാണ് നമ്മളെ യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ നിധി എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയാതെ ഇതൊന്നുമല്ല വേറെന്തോ എന്ന് പറഞ്ഞ് ഓടാൻ നിന്ന് കഴിഞ്ഞാല് ഒരു കാലത്തും നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. നമ്മൾ എന്താണോ തേടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇപ്പോൾ തന്നെ നമ്മളെ കയ്യിലുണ്ട് എന്നുള്ള റിയലൈസേഷനിൽ ഈ നിമിഷത്തിലുള്ളതിനെ ഓരോന്നിനെയും അറിഞ്ഞ് അനുഭവിച്ച് ഇതിൽ സന്തോഷിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് തോന്നും ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ റിച്ച് ആയിട്ടുള്ള ആള് എന്നുള്ളത്. അതായത് റിച്ച് എന്ന് പറയുന്നത് ഞാനാണ് ഏറ്റവും സന്തോഷം കൂടിയിട്ടുള്ള ആള്. നിങ്ങൾ മെഡിറ്റേഷനിൽ ശരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ശരിക്കും ഒന്ന് കണ്ണടച്ചോ, നിങ്ങളിത് ഫീൽ ചെയ്യുമ്പോൾ എനിക്കെല്ലാമായി ഇനി ഒന്നും വേണ്ട എന്നുള്ളൊരവസ്ഥ ഉണ്ട്. സൂറത്തുർ റഹ്മാനിലെ തോന്നുന്നുണ്ട് ഒരു സംഭവമുണ്ട്, ഫബി ഈ ആലായി റബ്ബിക്കുമാ തുകദ്ദിബാൻ, എന്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾക്ക് ഇനി നിഷേധിക്കാൻ വേണ്ടി പറ്റുക? എനിക്ക് അതില്ല ഇതില്ല, എനിക്ക് അത് കുറവുണ്ട് ഇത് കുറവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ക്രിയേറ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, ആ ഒരൊറ്റ ഒരായത്ത് മതി. ബുദ്ധിയുള്ളവർക്ക് അവിടെ നമ്മൾ നിർത്തും, നമുക്ക് ബാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. മനുഷ്യ നീ അതില്ല ഇതില്ല സന്തോഷമില്ല എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഏത് അനുഗ്രഹത്തിനാണ് നിനക്ക്
ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുക. ഫബി ഈ ആലായി റബ്ബിക്കും അത് കരുവാൻ ഒരുപാട് തവണ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിനെ നമ്മൾ വെറുതെ പാരായണം ചെയ്തു പോണേനപ്പുറത്തേക്ക് ഇതെല്ലാം നമ്മളെ മുന്നോട്ട് വെളിച്ചത്തിലോട്ട് വഴി നയിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ശരിക്കും നമ്മളെ ഉള്ളു തട്ടാണെങ്കിൽ നമ്മൾ ഹൃദയം പിടക്കും. നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു പോകും, എന്താ എനിക്കില്ലാത്ത, എനിക്ക് എന്തിന്റെ കുറവാന്നുള്ളത് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചു പോകുന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളായാലും ഞാനായാലും മനസ്സിലാക്കേണ്ട ഒരു ജീവിതത്തിന്റെ വലിയ രഹസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം സമാധാനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടിയെടുത്തിട്ടും എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടും ഒന്നും കിട്ടാനുള്ളതല്ല. നിങ്ങളെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട് ഇതിനെ വീണ്ടും എടുത്ത് അറിയാണ്. നിങ്ങൾ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തൊക്കെയുണ്ട്, അതാണ് യഥാർത്ഥ സന്തോഷം, യഥാർത്ഥ നീതി എന്ന് പറയുന്നത്. റിയൽ ഹാപ്പിനെസ് ലൈസ് ഇൻ ദിസ് മൊമെന്റ്. ഈ നിമിഷത്തിലാണ് ഈ സന്തോഷങ്ങളൊക്കെ കിടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ നിമിഷം ആരും നോക്കാറില്ല. ഇപ്പം ഈ സമയം എത്രയാണ്? 8:28. നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഈ സമയം നമ്മൾ നോക്കുവോ? നമ്മൾ കഴിഞ്ഞ കാലം ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിക്കും. വരാനിരിക്കണ കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്താവും എന്താവും എന്നുള്ള രീതിയിൽ വലിയ രഹസ്യങ്ങളൊക്കെ നമ്മളെ മുന്നിൽ തന്നെ കൊണ്ടുപോയി തരും, കൊണ്ടിട്ട് തരും. നമ്മളെല്ലാവരും ഇതല്ല വേറെന്തോ വിചാരിച്ച് ഓടുന്നത് കൊണ്ട് തന്നെ കുറേ കാലം മുന്നോട്ട് കഴിഞ്ഞ് കുറേ പരാജയങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടാവും മനസ്സിലാവുക ശരിക്കും എന്തോ വരാനുള്ളതൊന്നുമല്ല, എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ് സന്തോഷം എന്നുള്ളതും ഇതിൽ തന്നെയാണ് ഞാൻ അനുഭവിക്കേണ്ടത് എന്നുള്ളതും. ഇപ്പൊ ഒരുപാട് വർഷങ്ങളും വയസ്സും കഴിഞ്ഞിട്ട് കുറ്റബോധത്തോടെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നതിനേക്കാളും ഇപ്പൊ തന്നെ പറയാം, നിങ്ങളെ കയ്യിൽ എന്തൊക്കെയാണോ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ, എന്തൊക്കെ നേടിയെടുത്തോ, ഇപ്പൊ എന്തുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഉള്ളതിൽ തൃപ്തിയായിട്ട് സന്തോഷിച്ചിരിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പേഴ്സൺ. റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമ്പന്നത എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും. റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പണമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 കോടി 10 കോടി ഒരുപാട് പണം ഉണ്ടാക്കിയിട്ടുള്ള സെലിബ്രിറ്റികൾ ഉണ്ടല്ലോ, അവര് ഫെയിം, അവർക്ക് മറ്റുള്ള ആളെ മുന്നിൽ അവരെല്ലാവരും തിരിച്ചറിയപ്പെടുന്നുണ്ടാവും, കൊട്ടാരം പോലത്തെ വീടുണ്ടാവും, കൂടെ താമസിക്കാൻ ആൾക്കാരുണ്ടാവും, ഭയങ്കര റിച്ച് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയുണ്ടാവും, പണം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ അവർക്ക് ഇതൊന്നുമല്ല എന്തോ ഒന്ന് ഫുൾഫിൽ ആവാത്ത ഒരു തേട്ടം ഉള്ളുന്നുണ്ടാവുന്നത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, ഇതിലൊന്നും ഉള്ളുകൊണ്ട് സന്തോഷിക്കാൻ പറ്റില്ല, പുറം കൊണ്ട് കാണുന്നവർക്കൊക്കെ സെറ്റായിരിക്കും. അപ്പോൾ ലാസ്റ്റ് ഇതിലൊന്നും കിട്ടാത്തപ്പം പോയി മരിക്കും. അപ്പോൾ റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പണമല്ല. പണം കുറേ കിട്ടിയിട്ട് നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുന്നു പറയുകയാണെങ്കിൽ ഒരുപാട് സമ്പന്നരില്ലേ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നടക്കുന്നത്. അപ്പോൾ അവരാഗ്രഹിച്ചതൊക്കെ അവർ നേടിയെടുത്തു, അവരെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റി, അവർക്ക് ഈ ലോകത്ത് എന്തൊക്കെ നേടിയെടുക്കണം അതൊക്കെ കിട്ടി, പണവും കിട്ടി, എന്നിട്ടും അത് മാത്രം കിട്ടണില്ല. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നേ ആദ്യം മനസ്സിലാക്കുക, ഇപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള അതാണ് നിങ്ങളുടെ നിധി എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് ഒരുപാട് കുറവുകളൊക്കെ ഉണ്ടാവും, സ്വാഭാവികം, മനുഷ്യനാണ് നമ്മൾ, ആരും പെർഫെക്റ്റ് അല്ല. എന്തൊക്കെയോ കുറവുകൾ നമ്മൾക്ക് ഉണ്ടാവാം, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. പക്ഷെ അതിനെയും ഞാൻ അംഗീകരിച്ച് തുടങ്ങിയാലേ എനിക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടാവുള്ളൂ. അതായത് ഇപ്പൊ ഞാൻ വിചാരിക്കണത് ഞാൻ എന്ത് മോശം ആളാണ്, ഞാൻ എന്താണ് ഇങ്ങനെയെന്ന് പറഞ്ഞ് എന്നെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എനിക്ക് മാറാനുള്ളൊരു സാഹചര്യം പോലും അവിടെ എൻ്റെ മനസ്സ് സമ്മതിക്കൂല എന്നാണ്. കാരണം ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയാൽ പിന്നെ എങ്ങനെ എൻ്റെ കൂടെ എൻ്റെ സെൽഫ് നിൽക്കുക? പകരം നമ്മൾ എന്താണ്, ഞാനിപ്പോ എങ്ങനെയാണ് നമ്മൾ ആദ്യം അംഗീകരിക്കുക. അതുപോലെ തന്നെ ഈ നിമിഷത്തിൽ ഉള്ളതിൽ സന്തോഷമായിട്ട് ഇരിക്കണം എന്ന് പറയുമ്പം നമ്മളിൽ പലർക്കും തോന്നുന്നൊരു കാര്യമാണ്, എനിക്ക് ഈ സമയത്ത് ഒരുപാട് വേദനകളുണ്ടല്ലോ, എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, പല മാറാരോഗങ്ങളും വന്നിട്ടുണ്ടല്ലോ, പല ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടല്ലോ. ജീവിതമാണ്, പരീക്ഷണങ്ങളുണ്ട്, തീർച്ചയായിട്ടും തരും, പരീക്ഷണങ്ങളുണ്ട്. പക്ഷെ ഈ പരീക്ഷണങ്ങളിൽ ഒരുപാട് നമ്മൾ ഇതിനെ ബ്ലെയിം ചെയ്തിട്ട് പരാതിപ്പെട്ടിട്ട് ഇതെന്താ പോവാത്തല്ലേ, ഞാനൊരു വീഡിയോ ഇട്ട പോലെ ഇതെന്താ മാറാത്തെന്ന് പറഞ്ഞ് നിങ്ങൾ ഇതിനെ കുറെ തിരക്ക് കൂട്ടിയാൽ ഒന്നും സംഭവിക്കാൻ പോണില്ല, ആ കാര്യം മാറൂല. ഒരു പരീക്ഷണം വരുന്ന സമയത്ത് നമ്മൾ അതിൽ ഒരുപാട് ബേജാറായി നമ്മൾ ഒരുപാട് തിരക്ക് കൂട്ടിന്ന് വെച്ചിട്ട് അത് പോവോ? ഇല്ല. പകരം ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു നഷ്ടം ഉണ്ടായി, എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം സംഭവിച്ചു എന്ന് പറഞ്ഞ് അതിനെ അംഗീകരിക്കുന്ന സമയം മുതൽ അതിൻ്റെ വേദനകൾ കുറയും. എൻ്റെ മുന്നിൽ നമ്മുടെ പേഴ്സണൽ കോച്ചിങ്ങും കാര്യങ്ങളൊക്കെ എടുത്ത കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അറിയാം, നിങ്ങൾ ഒരു കാലത്ത്
എൻ്റെ ജീവിതത്തിലടക്കം നമ്മളൊരു കാലത്ത് ഈ ഒരു പരീക്ഷണം എനിക്ക് താങ്ങാൻ പറ്റൂലല്ലോ, എന്തിനാണ് ദൈവമേ ഇത് എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കാതെ ഒരുപാട് അതിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയിട്ടുണ്ട്. നമ്മളത് അംഗീകരിക്കാത്തിടത്തോളം നമ്മളെ ദിവസങ്ങളെല്ലാം സങ്കടങ്ങളിലും നിരാശകളിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചിട്ട് നമ്മളെ പ്രശ്നം മാറുന്നുണ്ടോ? അതുമില്ല. അപ്പൊ ഏറ്റവും നല്ല ടിപ്പ് എന്താ? പരീക്ഷണങ്ങൾ അംഗീകരിക്കുക. ഓക്കെ, എനിക്കിപ്പോ ഇങ്ങനാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. ഇത് പതുക്കെ നിങ്ങളെ മനസ്സ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് അംഗീകരിച്ച് തുടങ്ങുന്ന സമയം മുതൽ വേദനന്റെ അളവ് കുറഞ്ഞു വരും. അതുപോലെ റൂമിയൊക്കെ പറയുന്ന കാര്യമുണ്ട്, എവിടെയാണോ ഒരു നാശം സംഭവിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ക്രിയേറ്റർ ഒരു നിധി പോലെ ഒരു ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത്. നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം ഇപ്പോഴും പുറത്ത് സമ്മാനപ്പൊതികളുടെ രൂപത്തിൽ തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരണമെന്നില്ല, വലിയ റാങ്കുകളും വിജയങ്ങളും ആയിട്ട് തരണം എന്നില്ല. നമ്മളെ ഹൃദയം എവിടെ വേദനിച്ചോ ആ അവസ്ഥകളിലൊക്കെ നമുക്ക് എന്തോ നമ്മൾക്ക് മാത്രം തരാനായിട്ട് എന്തോ ഒരു സമ്മാനം നിങ്ങളെ ദൈവം തന്നിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതായത് റുമി പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെയാണോ മുറിവുള്ളത് അതിലൂടെയാണ് നിങ്ങളുടെ ഉള്ളിലോട്ട് വെളിച്ചം കടന്നു വരിക എന്നുള്ളത്. വൂണ്ട് ഈസ് ദ പ്ലേസ് വേർ ലൈറ്റ് എൻറ്റേഴ്സ്. നമ്മുടെ ഹൃദയത്തിലോട്ട് വെളിച്ചം കൊണ്ടുവരാൻ, നമ്മളെ ഉള്ളിലൊരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും വേദനകളായിരിക്കും അത് തരാം. അല്ലാതെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന സമയങ്ങളിലാവണമെന്നില്ല ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്കും വലിയ അനുഗ്രഹങ്ങളൊക്കെ തരിക. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾക്ക് എൻ്റെ ജീവിതത്തിലടക്കം ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും അടക്കം നിങ്ങൾക്ക് താങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരൊറ്റ പരീക്ഷണം കൊണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അതിലേറെ വലിയ അനുഗ്രഹം തന്നിട്ടുണ്ടാവും അല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മൊമെന്റിലുള്ള പരീക്ഷണങ്ങളെയും നമ്മൾ ജസ്റ്റ് അംഗീകരിക്കുക. അല്ലെ, ഇപ്പം ഈ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഒഴുക്കാണ്. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾവേസ് ഒരു ഒഴുക്കാണ്. പുഴകൾ ഇവിടെയുള്ള ഓരോന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരു നാച്ചുറാലിറ്റി ന്യൂട്രാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അതായത് പക്ഷികളിലെ അവരിങ്ങനെ കറക്റ്റ് സമയത്ത് കൂട്ടിൽ പോകുന്നു, സൂര്യൻ കറക്റ്റ് സമയത്ത് ഉദിക്കുന്നു, മരങ്ങൾ കറക്റ്റ് സമയത്ത് കായ്ക്കുന്നു, പൂക്കുന്നു, മരങ്ങൾ ഇല കൊയ്യുന്നു, എല്ലാത്തിനും കറക്റ്റ് സമയമുണ്ട്. ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് അതിൻ്റെ താളത്തിനനുസരിച്ച് അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു റിതം ഉണ്ട്, അതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പം 2024 കഴിഞ്ഞ് 2025 ആവാനായി. മാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴക്കാലം, മഞ്ഞുകാലം, ചൂടുകാലം എല്ലാം അതിൻ്റെ താളത്തിന് അത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മാത്രമാണ് കഴിഞ്ഞതിലൊക്കെ സ്റ്റക്കായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആ താളത്തിനൊത്ത് ഒഴുകണമെങ്കിൽ ഒഴുകി അങ്ങനെ ഈസി ആയിട്ട് പോവാം. അതല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായ അനുഭവങ്ങളിൽ സ്റ്റക്കായി ഇങ്ങനെ നിൽക്കണമെങ്കിൽ കാലം ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളെന്നും ഒരേപോലെ പഴയതായിട്ട് ഒരു ബോറടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമുക്ക് തോന്നും, എൻ്റെ ജീവിതത്തിൽ എന്തോ ഒരു മാറ്റമില്ലാത്ത, എത്രങ്ങാനും വർഷങ്ങൾ കടന്നുപോയി, എത്രങ്ങാനും മാസങ്ങൾ കടന്നുപോയി, കഴിഞ്ഞ മഴക്കാലത്തും ഞാനിങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു, ഇപ്പോഴും ഞാൻ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നു എന്നുള്ളത്. ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തന്നെ മാറ്റാനുള്ളതാവണമെന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളെയും നിങ്ങൾ തന്നെ പോയി എടുത്തിട്ട് എൻ്റെ ഒരു പ്രശ്നം കിട്ടിയിരിക്കുന്നു, ഞാൻ അതിനെ ഇങ്ങനെ ഇങ്ങനെ ശരിയാക്കണം എന്ന് പറഞ്ഞ ഒരു മെക്കാനിക്കിനെ പോലെ അതിനെ ഓരോന്നിനെയും എടുത്ത് ശരിയാക്കിയിട്ടാണോ ഉണ്ടായത്? ചിലതൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുമ്പോൾ അങ്ങോട്ട് ഏൽപ്പിക്കും അല്ലെ, തവക്കുൽ അല്ലെ സറണ്ടർ പറഞ്ഞിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കും. നമുക്കൊന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ അതുവരെ നമ്മൾ ഒരുപാട് പരാതിയും സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ട്, എന്തിനാ എനിക്ക് ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത് എന്നിങ്ങനെ, വൈ മീ, എന്തുകൊണ്ട് ഞാൻ, എന്തിനെനിക്ക് തന്നു എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതാവുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഏൽപ്പിക്കും. ആ ഏൽപ്പിച്ച് തുടങ്ങുന്ന സമയം മുതൽ നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും പ്രശ്നം ജീവിതത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി മാറിപ്പോകുന്നതായിട്ടും നമ്മൾ അതിനേക്കാളും നല്ലൊരവസ്ഥയിൽ എത്തിപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ലൈഫിൽ എല്ലാ സ്ഥലത്തും ഞാൻ ശരിയാക്കണം ഈ പ്രശ്നം, ഞാൻ എന്ന് പറഞ്ഞ് എല്ലാത്തിലും നമ്മളെല്ലാത്തിലും കയറിയിട്ട് കയറാൻ നിൽക്കുമ്പോഴാണ് ഒന്നായിട്ട് എന്ത് ചെയ്യുക, പ്രശ്നങ്ങൾ ഫുള്ള് കൊളാവുക എന്ന് പറയാം. എല്ലാം അങ്ങോട്ട് ഇങ്ങോട്ട് കലങ്ങി തിരും. നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ നമ്മളെക്കാളും വലിയ ഈ പ്രപഞ്ച ശക്തിയിൽ നിങ്ങൾക്ക് ഏൽപ്പിക്കാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ജീവിതത്തിന്റെ താളം ആ ഒരു ഒഴുക്കിൽ പോവാം എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതി ഒഴുക്കിലാണ് മാസങ്ങളും വർഷങ്ങളും ദിവസങ്ങളും എല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ പ്രശ്നങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ലെങ്കിലും അതും ഒഴിഞ്ഞു പോവും. കഴിഞ്ഞ 2 വർഷം മുന്നത്തെ പ്രശ്നം ഇപ്പം ഇല്ലല്ലോ. അതിൽ നിന്നും കാലം കടന്നുപോയി നമ്മൾ ഇവിടെ എത്തിയല്ലോ. ടൈം ഓൾവേസ് മൂവ് ഓൺ. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ക്ലോക്കിലെ സൂചി എപ്പോഴും നിൽക്കുന്നില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതേപോലെ എല്ലാം പോകുന്നുണ്ട്. പക്ഷെ നമ്മളാണ് എന്ത് ചെയ്യുക,
ഈ എന്താ പറയാ, വേരൊക്കെ മരത്തിന്റെ വേരൊക്കെ ഭൂമിയിൽ ഉറച്ചു നിൽക്കണ പോലെ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇല്ല ഇല്ല, എനിക്ക് ഇത് കഴിയണം, ഇത് സെറ്റാക്കണം, നമ്മൾ അതിന്റെ കൂടെ ഒഴുകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ലൈഫിന്റെ ഒഴുക്ക് ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സൃഷ്ടികൾക്കും ഉണ്ട്. ഏതിലെങ്കിലും നിങ്ങൾക്ക് ഇല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? നേരത്തെ പറഞ്ഞ പോലെ മഴക്കാലവും മഞ്ഞുകാലവും എല്ലാം അതിൻ്റെ താളത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ചൂടുള്ള സമയങ്ങൾ വരുന്നുണ്ട്, വെള്ളം കിട്ടാത്ത കാര്യങ്ങൾ വരുന്നുണ്ട്, ചില സമയത്ത് നല്ല തണുപ്പ് വരുന്നുണ്ട്. ഇതിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞ പോലെ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫിലും ചിലപ്പോൾ മരുഭൂമി പോലെ ഒന്നും കാണാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥകൾ വരും. പക്ഷെ ആ സമയത്തും നമ്മൾ നമ്മുടെ നാച്ചുറാലിറ്റിയിലും ന്യൂട്രാലിറ്റിയിലും നമ്മൾ അധികം ടെൻഷൻ അടിക്കാതെ സ്ട്രെസ് ആവാതെ നിങ്ങൾക്ക് അതിലും ഒരു വിശ്വാസം മുകളിൽ അർപ്പിച്ചുകൊണ്ട് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ആ സമയവും കടന്നു പോയിട്ട് അല്ലെ, ചൂട് കാലത്തിനപ്പുറത്തേക്ക് മഴ പെയ്യുന്നതായിട്ട് നിങ്ങളുടെ ലൈഫിലും എന്ത് ചെയ്യും, സന്തോഷങ്ങൾ വരാൻ വേണ്ടി തുടങ്ങും. പക്ഷെ അത് എന്നും ഒരേപോലെ നിൽക്കണമെന്നില്ല. അത് കഴിഞ്ഞ് അടുത്തൊരു മഞ്ഞുകാലം ഉണ്ടാവും, വീണ്ടും ചൂടുകാലം ഉണ്ടാവും. മനുഷ്യന്റെ ലൈഫിലും ഇങ്ങനെ കാലഘട്ടങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾക്ക് അങ്ങോട്ടാണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ താളത്തിനനുസരിച്ചിട്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് ഓരോ ലൈഫിലും സ്റ്റക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടില്ല. നമുക്കറിയാം, നമ്മളിവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവസാന സമയം എപ്പോഴാണോ നിശ്ചയിച്ചിരിക്കുന്നത് അതുവരെ നമ്മൾക്ക് ജീവിതം ജീവിച്ചു തീർക്കാനുള്ളതല്ല. അതായത് വെറുതെ ജീവിച്ചു തീർക്കാനുള്ളതല്ല. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എന്തോ ഒരു കാര്യം നേടിയെടുത്താൽ, രോഗം മാറിയാൽ ഞാൻ സന്തോഷമായിട്ടിരിക്കും, വീട് കിട്ടിയാൽ ഹാപ്പി ആയിട്ടിരിക്കും, മക്കളെ കാര്യങ്ങൾ ശരിയായാൽ അപ്പം എനിക്ക് ഫുള്ളായിട്ട് സമാധാനമായിട്ടിരിക്കാം, കടം തീർന്നാൽ ഇങ്ങനെ ഒന്ന് ശരിയായാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓരോന്നിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ജീവിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോബോട്ടിക് ലൈഫല്ലേ, ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കല്ലേ. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകളും രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടിലെ ഫാമിലിൻ്റെ കൂടെ ഒന്നും ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ വരുമ്പോൾ വർക്കിന്റെ സ്ട്രെസ് കാര്യങ്ങൾ വീട്ടിലുള്ളവരോട് തീർക്കുന്നു. അവർക്ക് മൊത്തത്തിൽ അവരെന്താണെന്നും മനസ്സിലാവുന്നില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ഫുൾ ടെൻഷൻ. സാലറി കിട്ടുന്നുണ്ട്, എന്നാലോ അത് കിട്ടുന്നതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു സന്തോഷമോ അതുമില്ല. അതിനെ കൊണ്ട് നമ്മൾ പറയല്ലോ, കറണ്ട് ബില്ല് തീർക്കുന്നു, പാലിൻ്റെത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ തീർക്കുന്നു, ഒരു റോബോട്ടായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ലൈഫ് എന്ന് പറഞ്ഞാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാക്കിയിട്ട് അതിജീവിക്കാനുള്ള ഒന്നല്ല. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ ഇവിടെ ഈ ഒരു ഭൂമിയിൽ പിറന്ന് വീണിട്ടുണ്ടെങ്കിൽ, ജനിച്ച് വീണിട്ടുണ്ടെങ്കിൽ അത് വെറുതെ തന്നതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അല്ല. നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മാജിക്കൽ എക്സ്പീരിയൻസുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമുക്ക് തന്നെ ഈ പ്രകൃതിയിൽ നോക്കിയാൽ നേരത്തെ പറഞ്ഞ പൂന്തോട്ടം പോലെ ഒരുപാട് പല നിറത്തിലുള്ള പൂക്കള്, പല സുഗന്ധങ്ങള്, പല രൂപത്തിലുള്ള മൃഗങ്ങള്, മരങ്ങള്, ആകാശം, കടൽ, എല്ലാം നമ്മൾ കാണുന്നതിലെല്ലാം അത്ഭുതമുണ്ട്. നമുക്കിപ്പൊ കണ്ടാണ് അതൊക്കെ പഴയതായിട്ടുള്ളത്, അത് വേറെ കാര്യം. പക്ഷെ ഇതിലെല്ലാത്തിലും അത്ഭുതങ്ങളുണ്ട്. നമ്മൾ എന്നുള്ള സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളുണ്ട്. എല്ലാം ഒരു മാജിക്കൽ ഫീല് ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും നോക്കാതെ നമ്മൾ ഇതല്ല വേറെന്തോ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം എന്ന് പറഞ്ഞ മാജിക്കൽ എക്സ്പീരിയൻസിനെ അനുഭവിക്കാനും പറ്റൂല. നിങ്ങളെ എന്ന് പറഞ്ഞ അത്ഭുതത്തിന് അറിയാനും വേണ്ടി പറ്റൂല. നമ്മുടെ ക്രിയേറ്റർ എന്ന് പറഞ്ഞ നമ്മുടെ ദൈവം, സൃഷ്ടാവ്, പഠിച്ചവൻ, റബ്ബ്, നിങ്ങൾ എങ്ങനെയാണോ വിളിക്കുന്നത്, പ്രപഞ്ച ശക്തി എന്ന് പറയുന്ന ആളുടെ ആ ഒരു എന്താ പറയാ, അത്രയും വലിയ ആ ഒരു മാസ്മരികത അതറിയാനും നമുക്ക് പറ്റൂല എന്നുള്ളതാണ്. കാരണം നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, മരിക്കുന്നത് വരെ എന്തിൻ്റെയോ പിന്നാലെ പോവുക, കഴിഞ്ഞ് അത്രേ ഉള്ളൂ. പക്ഷെ അതിനപ്പുറത്തേക്ക് ഓരോ കാര്യത്തിലും ഇപ്പോൾ എന്തുണ്ട് എന്നുള്ളതിൽ നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഫുൾഫിൽഡ് ഫീലായി. ഇപ്പൊ എനിക്ക് വീടുണ്ട്, എൻ്റെ മക്കള്, എനിക്ക് എന്തുണ്ട്, അതിൽ നമ്മൾ ഫുള്ളായിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മളത് അടിപൊളിയാവും. അടിപൊളി ഫീല് നമുക്ക് തോന്നും, ഭയങ്കര എനിക്ക് ഇതുണ്ടല്ലോ എന്ന് ശരിക്കും ചിന്തിക്കണ സമയത്ത് ആ ഞാനൊരു ഫുൾഫിൽഡ് ഫീല് തോന്നും. ഇതിൽ നിന്നിട്ട് വേണം നമ്മുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കാൻ. അപ്പൊ എന്ത് ചെയ്യൂല, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതും ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ആക്ഷൻസ് എടുക്കുന്നതും ഒന്നും മടുപ്പായി തോന്നൂല. അല്ലെങ്കിൽ എന്താണ്, ഈ സമയത്തേ ഞാൻ സന്തോഷത്തിലല്ല, ഇപ്പോഴേ എനിക്ക് സമാധാനമില്ല, ആ ഒരു കാര്യം കൂടി നേടിയെടുത്താലേ എനിക്ക് ഫുള്ളായിട്ട് തോന്നുള്ളൂ. അപ്പൊ അത് നേടിയെടുക്കണേ വരെ ഒരു ടെൻഷൻ അടിച്ചുകൊണ്ടുള്ള ഒരു ഓട്ടം. എന്നാലോ അത് കഴിഞ്ഞാലെങ്കിലും ഫുള്ളാകുന്നുണ്ട്, അതുമില്ല അല്ലെ. അപ്പം ഈ നിമിഷത്തിൽ എന്തുണ്ട്, എന്തൊക്കെ നിങ്ങളെ കൂടെ ഉണ്ട്, ആരൊക്കെ ഉണ്ട്, ഇതിലെ നമ്മൾ ഫുള്ളായിട്ട് ഫീൽ ചെയ്യണ സമയത്ത് ഇതാണ് ശരിക്കും നമ്മളെ ട്രഷർ, നിധി എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയണ സമയം മുതലാണ് ജീവിതം ശരിക്കും നമ്മുടെ എലൈവ് ഫീലില് നമ്മൾ ജീവിക്കാൻ വേണ്ടി തുടങ്ങുക. അല്ലാതെ നിലനിൽപ്പിന് വേണ്ടി വെറുതെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ എന്തുണ്ട്,
ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഒരുപാട് കാലം മുന്നോട്ട് പോയി ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തി, അപ്പോഴൊക്കെ ലാസ്റ്റ് തിരിച്ചറിയാൻ പോകുന്ന ഒരു സത്യം, ലൈഫിന്റെ സീക്രട്ട് പറഞ്ഞാല് എല്ലാം നമുക്ക് ആകെ ഒരു ഗ്യാരണ്ടി പറയാൻ വേണ്ടി പറ്റുന്നത് ഈ മൊമെന്റ് ആണ്, ഈ നിമിഷമാണ് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലേ? അടുത്ത നിമിഷം നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ വേണ്ടി പറ്റുമോ? ഇപ്പൊ എനിക്ക് വീടുണ്ട്, അടുത്ത നിമിഷം ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റൂല. കഴിഞ്ഞ കാലത്തുള്ളതും പോയി, അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ കൂടെ ആകെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നത് ഇതാണ്. അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എല്ലാ സമയത്തും സന്തോഷവും സമാധാനമായിട്ടും ഇരിക്കും. അല്ലാതെ പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് ഒരാളും ഇവിടെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റൂല. അല്ലെ? ഈ പരുന്തിന്റെ ഒരു കാര്യമുണ്ട്. അതായത് മഴ പെയ്യുന്ന സമയത്ത് ബാക്കി എല്ലാ പക്ഷികളും മരത്തിന്റെ അടിയിലൊക്കെ പോയിട്ട് തണല് തേടും. പക്ഷെ പരുന്ത് അങ്ങനെയല്ല. പരുന്ത് മുകളിലോട്ട് പറന്നിട്ട് മഴമേഘങ്ങൾക്ക് മുകളിൽ പറക്കും. എന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. മറ്റുള്ള പക്ഷികളൊക്കെ എന്ത് ചെയ്യും? മഴ പെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഏതെങ്കിലും മരത്തിന്റെ ഉള്ളിലോ അവിടെയൊക്കെ ഇങ്ങനെ തണല് തേടിയിട്ടിരിക്കും, മഴ കൊള്ളാണ്ടിരിക്കാൻ. പക്ഷെ പരുന്ത് മഴ പെയ്യിക്കുന്ന മഴമേഘങ്ങൾക്ക് മുകളിൽ പോവും, എന്നിട്ട് പറക്കും. അപ്പം ഇതിലും നമുക്ക് ചിന്തിക്കാനുണ്ട്. ലൈഫിൽ പ്രശ്നങ്ങളും എല്ലാം മാറിയിട്ട് ഞാൻ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും സന്തോഷമായിട്ടിരിക്കില്ല. നമ്മൾ ഇങ്ങനെ എന്നും ഓടിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരുപാട് പണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും ഹാപ്പി ആവില്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് സമ്പന്നരും കോടീശ്വരന്മാരൊക്കെ എന്നോ ഫുൾ സമാധാനത്തിൽ ഇരിക്കേണ്ടി വരുമായിരുന്നു. ആ ഒരു തിരിച്ചറിവിൽ അവരെത്തിയിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ ബുദ്ധനൊക്കെ ചെയ്ത പോലെ കൊട്ടാരത്തിൽ നിന്നിട്ട് പോയി. ഇതൊന്നുമല്ല സമാധാനം എന്ന് പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയിട്ട് മലമുകളിൽ പോയി. അതുപോലെ നമ്മൾ ആ ഒരു എല്ലാം നേടിയിട്ട് ഇന്ന് ഇതൊന്നുമല്ല സന്തോഷം എന്ന് തിരിച്ചറിയുമ്പോൾ ഒരു ഇരുത്തുണ്ട്. അപ്പൊ ഇതൊന്നും അല്ലായിരുന്നല്ലേ എന്നുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ശ്വാസം എങ്ങനെ ആയിരിക്കും? ഭയങ്കര സ്റ്റക്ക് ഫീൽ ആയിരിക്കും. ഭയങ്കര ദേഷ്യപ്പെടുന്ന സമയത്ത് ശ്വാസം ഇങ്ങനെ മുകളിലൂടെയും താഴോട്ടും ഇങ്ങനെ ഒഴുകുന്നതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല, ഒരു സ്റ്റക്ക് ഫീൽ ആയിരിക്കും. നേരെ മറിച്ചിട്ട് നമ്മൾ ഭയങ്കര പേടിക്കുന്ന സമയത്തോ ശ്വാസം ഭയങ്കര സ്പീഡിലായിരിക്കും, ഹേർട്ട് ബീറ്റും ഭയങ്കര കൂടുതലായിരിക്കും. എന്നാലോ സമാധാനമായിട്ടിരിക്കുമ്പം ശ്വാസത്തിന് സമാധാനത്തിലുള്ള ഒരു ഒഴുക്കുണ്ടാവും. നിങ്ങൾ അറിഞ്ഞിരിക്കുമ്പം, നിങ്ങൾ ആരാന്ന് അറിഞ്ഞിരിക്കുമ്പം, ഈ നിമിഷത്തിൽ സമാധാനമായിട്ടിരിക്കുമ്പം സമാധാനത്തോടെ ശ്വാസം നിങ്ങളുടെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ജീവിതം എന്ന് പറഞ്ഞാൽ ഒഴുക്കാണ്, ജീവിതം എന്ന് പറഞ്ഞാൽ സമാധാനത്തിലാണ്. എന്തോ വരാനുള്ളതിലല്ല യഥാർത്ഥ സന്തോഷം കിടക്കുന്നത്. ഇപ്പോ എന്തുണ്ട് അതിലാണ് യഥാർത്ഥ സന്തോഷം കിടക്കുന്നത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറയാറുണ്ട് ഈ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മെന്റൽ സ്ട്രെസ്, ആളുകളുടെ സ്ട്രെസ്സും ടെൻഷനും എല്ലാം കൂടിക്കൊണ്ട് വരാണ്. അല്ലെ? എല്ലാവർക്കും അത് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ടെക്നോളജിക്കൽ എറ, നമ്മുടെ ഫോണ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പുറത്ത് ഭയങ്കര ആളുകൾ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്, പണം കൂടുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കൂടുമ്പോഴും സന്തോഷം കൂടല്ല വേണ്ടത്, സമാധാനം കിട്ടല്ല വേണ്ടത്. എന്നാൽ പണ്ടത്തെ കാലത്തിനേക്കാളും എല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് കിട്ടും, എവിടുന്ന് ഇത് കിട്ടും എന്ന് തേടിക്കൊണ്ട് എന്താണ് ആളുകൾ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാണ്. അതായത് ഇപ്പം നമ്മൾ കുറെ യാത്ര പോവും, നല്ല പാട്ടുകളേക്കും, കുറെ മാളുകളിൽ പോവും, നമ്മുടെ കുറെ ഷോപ്പിംഗ് കാര്യങ്ങൾ ചെയ്യും, കുറെ ആഡംബര കാറുകൾ എല്ലാം സെറ്റാക്കും. എന്നിട്ടും അത് കിട്ടുന്നില്ലെങ്കിൽ ലാസ്റ്റ് മനുഷ്യന്മാർ തിരിച്ചറിയും യഥാർത്ഥ ഹാപ്പിനെസ് പുറത്തുനിന്ന് തേടേണ്ട ഒന്നല്ല, അവനവന്റെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്ത് ചെയ്യും? എല്ലാവരും അവനവനിലോട്ട് തിരിച്ചു വരും. ആ തിരിച്ചു വരുന്ന സമയത്ത് മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസും എന്നൊക്കെ പറഞ്ഞ് മൈൻഡിന്റെ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യും എന്നുള്ളതാണ്. മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മൾ റിലാക്സ് ആവണത്? നമ്മുടെ ഉള്ളിൽ എപ്പോഴും ചിന്തകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? എപ്പോഴും ഇങ്ങനെ നാളെ എന്താവും, കഴിഞ്ഞത് എന്താ, ഇങ്ങനെ ഇങ്ങനെ തിരമാല അലയടിക്കുന്ന മാതിരി ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുക. മനസ്സ് ഫുൾ തിരക്കിലാണ്. മനസ്സിന് എപ്പോഴെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്തായിരിക്കും. അപ്പം തൽക്കാലത്തേക്ക് കുറച്ച് സമയമെങ്കിലും ദിവസം നമ്മൾ ഒന്ന് കണ്ണടച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് നോക്കിയിട്ട് പതുക്കെ ശ്വാസം ഒന്ന് ഉള്ളിലോട്ട് എടുക്കുക, പുറത്തോട്ട് വിടുക എന്ന് നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾ സെൽഫായിട്ടെങ്കിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഡേ ബൈ ഡേ, ഓരോ ദിവസം കൂടും തോറും, നമ്മളിൽ ഈ ഒരു ശീലം ഉണ്ടാവും തോറും നമ്മളിങ്ങനെ സമാധാനത്തിലായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പിന്നെ അതിലേറെ രീതിയിൽ നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് കാര്യങ്ങൾ, ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, മാം എൻ്റെ മൂക്കിൻ്റെ ഉള്ളിലൂടെ ശ്വാസം ഇവിടെ തട്ടുന്നത് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ഞാൻ വെറുതെ ഹാപ്പി ആവുന്നു, എനിക്ക് എന്താ അറിയില്ല, വെറുതെ സന്തോഷം വരുന്നു. അതൊക്കെ അവരെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള
ആത്മാവിന്റെ ഒരു നിർവൃതിയാണ്. അല്ലാതെ വേറെ എന്തോ ജീവിതത്തിൽ പുതിയത് വന്നിട്ടോ പുതിയ കാര്യം നേടിയെടുത്തിട്ടോ കിട്ടുന്ന ഹാപ്പിനെസ് അല്ല. അതിനൊന്നും സ്ഥിരതയില്ല, അത് അപ്പം തന്നെ പോകും. എന്നെന്നും നിലനിൽക്കുന്ന സന്തോഷം സമാധാനം അവനവന്റെ ഉള്ളിലാണ്. അപ്പം നമ്മുടെ ശ്വാസത്തിന്റെ താളവും ജീവിതത്തിന്റെ ഗതിയും നല്ല കണക്ഷൻ ഉണ്ട്. ശ്വാസം പതുക്കെ ആവുന്ന സമയത്ത് നമ്മളും റിലാക്സ്ഡ് ആയിരിക്കും, നമ്മളും സമാധാനത്തിലായിരിക്കും. അങ്ങനെ റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളെ മുന്നിൽ വന്ന് ആരെങ്കിലും ദേഷ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പെട്ടെന്ന് കയറി റിയാക്ട് ചെയ്യൂല, അവരെടുത്ത് പോയി നല്ലോണം ചൂടാവൂല. പകരം നമ്മൾ സമാധാനത്തിലായതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റുള്ള ആള് എങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മൾ സമാധാനത്തിൽ റിപ്ലൈ കൊടുക്കുള്ളൂ. ആ അതിനെന്താ എന്നൊക്കെ ചോദിച്ച് പതുക്കെ അതിനെ ഡീൽ ചെയ്യും. അതായത് റിയാക്ഷന് പകരം പെട്ടെന്ന് കയറി അതിനെ കയറി ചൂടാവുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, ആ അത് ഇത്രയല്ലേ ഉള്ളൂ, ഒന്ന് റെസ്പോണ്ട് ചെയ്ത കാര്യം അവിടെ സെറ്റിൽ ചെയ്യും. നമ്മൾ സമാധാനത്തിലായതുകൊണ്ട് പതുക്കെ ഓപ്പോസിറ്റുള്ള ആളുടെ ദേഷ്യവും കുറഞ്ഞ് അവരും സമാധാനത്തിലാവും, അവരെ ദേഷ്യവും കുറയും, ആ പ്രശ്നം ചെറുതായിട്ട് പോകും എന്നുള്ളതാ. അല്ലെങ്കിലോ നമ്മളും ഫുള്ള് ഹെർട്ട് ബീറ്റ് ഒക്കെ ഭയങ്കര കൂടുതലായിട്ട് ശ്വാസമൊക്കെ ഭയങ്കര തിരക്ക് പിടിച്ചിട്ട് നമ്മൾ ഒരു സ്ട്രെസ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ഒരാൾ വന്ന് ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ തിരിച്ചു പറയും, അവർ തിരിച്ചു പറയും, പ്രശ്നം അതിലേറെ വഷളാവും. ലാസ്റ്റ് അതിൻ്റെ ഒരു ടെൻഷനും കൂടെ കൂടിയിട്ടാവും നമ്മൾ അന്നത്തെ രാത്രി കിടന്നുറങ്ങുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ സമാധാനാവസ്ഥയിലല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ മക്കളോട് ദേഷ്യപ്പെടും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവരെ ലൈഫിൽ വരാൻ വേണ്ടി തുടങ്ങും. നമ്മൾ വെറുതെ ഒന്ന് ഉമ്മാന്ന് വിളിക്കുമ്പോൾ നമ്മൾ എന്താന്ന് വെച്ചിട്ട് നമ്മൾ ചൂടാവും, അത് ആ കുട്ടീനെ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഉള്ളിലെ പ്രപഞ്ചം, നമ്മൾ പുറത്ത് മാത്രമല്ല പ്രപഞ്ചം ഉള്ളത്, നമ്മളിവിടെ മരങ്ങള് ആകാശം എല്ലാം കൂടി ഒരു പ്രപഞ്ചം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഹൃദയം, കിഡ്നി, ശ്വാസകോശം എല്ലാം കൂടിയിട്ടുള്ള ഒരു പ്രപഞ്ചം ഉള്ളിലുണ്ട്. ഉള്ളിലെ പ്രപഞ്ചം സമാധാനത്തിലായിരിക്കുമ്പം പുറത്തെ ലോകത്ത് എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മൾക്കത് പ്രശ്നമായിട്ടേ തോന്നൂല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ സജാദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ളത്. അതായത് അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് അത് തീരുമാനിക്കുന്നത്, അല്ലാതെ പ്രശ്നങ്ങളെല്ലാം തീർന്നിട്ട് ആരും സമാധാനമായിട്ട് ഇരുന്ന ചരിത്രമില്ല. നേരെ മറിച്ച് നമ്മൾ സമാധാനത്തിലായിരിക്കുമ്പം എന്ന് തന്നെ പ്രശ്നം വന്നാലും ഇതിലെന്തോ ഒരു ബ്രില്യൻസ്, ഇതിലെന്തോ ഒരു ഗിഫ്റ്റ് എനിക്കായിട്ട് എൻ്റെ ക്രിയേറ്റർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഈ പ്രശ്നം വെറുതെ വന്നതല്ല, ഇതിലെന്തോ ഒരു അനുഗ്രഹം, ഇതെന്തോ എന്നെ പഠിപ്പിക്കാൻ വന്നതാണ്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എന്തോ എനിക്ക് കിട്ടാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ ഒരു സമാധാനത്തിലുള്ള മാനസികാവസ്ഥയും അതുമല്ല എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും അതിനെ സമാധാനത്തിൽ നേരിടാനുള്ള ഒരു മാനസികാവസ്ഥയും ഈ നിമിഷത്തിലുള്ള സന്തോഷത്തിന് അറിഞ്ഞ് അതിൽ തന്നെ ഞാൻ തൃപ്തനാണ് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആ ഒരു ഹാപ്പി ആയിട്ടുള്ള അവസ്ഥയും എന്ന് പറയുന്നത് എന്തോ വലിയ മാജിക് ആയിട്ടുള്ള ആളുകൾക്ക് നടക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അത് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുമ്പം നേടിയെടുക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ്. ഒരിക്കലുമല്ല. ഇതാണ് നമ്മുടെ നാച്ചുറൽ സ്റ്റേറ്റ്. നമ്മൾ മനുഷ്യന്മാർ ശരിക്കും നാച്ചുറലി ഇങ്ങനെയാണ് ആവേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെയുള്ള എല്ലാ പക്ഷികളും മൃഗങ്ങളും മരങ്ങൾ എല്ലാം താളത്തിലാണ്, അവരാരും സ്റ്റക്ക് ആവുന്നില്ല. സൂര്യന് ഒരു കറക്റ്റ് സമയത്ത് ഉദിക്കുന്നു, മൂണ് ചന്ദ്രൻ അതിന്റെ സമയത്ത് വരുന്നു, അതിന്റെ സമയത്ത് പൂർണ്ണചന്ദ്രനായി മാറുന്നു, ചില സമയത്ത് അതൊരു പൊട്ട് പോലെ കാണുന്നു എന്ന് വെച്ചിട്ട് അത് സങ്കടപ്പെടുന്നില്ല, വീണ്ടും പൂർണ്ണചന്ദ്രനാവാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അല്ലെ? മഴക്കാലം, ചൂടുകാലം എല്ലാം ഒഴുക്കിനനുസരിച്ച് താളത്തിനനുസരിച്ച് എല്ലാ ജീവജാലങ്ങളും പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്മാര് മാത്രമാണ് ഒഴുക്കിന് പോവാതെ സ്റ്റക്കായി 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 പോകുന്നുള്ളൂ. അപ്പം ഇത് അത്ഭുതകരമായ എന്തോ ഒരു സംഭവമല്ല, മെഡിറ്റേഷൻ ചെയ്തിട്ട് നേടിയെടുക്കുന്ന മാനസികാവസ്ഥയും അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ്, ഈ നിമിഷത്തിൽ എന്തുണ്ടോ അതിൽ സന്തോഷമായിട്ട് ഇരുന്നിട്ട് റിച്ച് ഫീല്, എനിക്ക് എല്ലാം ഉണ്ട്. ഇനി നമുക്ക് ചിലപ്പം വീടൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കടം വീട്ടാനുണ്ടാവും, എന്നാലും ഇപ്പൊ ഉള്ളതിൽ ഞാൻ 100% ഹാപ്പിയാണ്, സമാധാനമുണ്ട്. ആ ഒരു ഫീലിങ്ങിൽ നിന്നിട്ട് വേണം കടം വീട്ടാനുള്ളതിലോട്ട് ഓടാൻ. അപ്പൊ നമ്മൾ കടം വീട്ടിയാലും ഫുൾ ഫീൽ ആയിരിക്കും. എന്നിട്ട് വീണ്ടും വീടെടുക്കാൻ വേണ്ടി പോകുമ്പോഴോ വീടെടുത്താലും ഫുൾ ഫീലിങ്. നേരെ മറിച്ച് എന്താണ്, കടം വീട്ടിയാൽ ഫുൾ ആവും എന്ന് വിചാരിക്കും, കടം വീട്ടുമ്പോൾ അടുത്ത എന്തോ പ്രശ്നം, അപ്പോഴും നമുക്ക് ഫുൾ ഹാപ്പിനെസ് കിട്ടൂല. അപ്പൊ അടുത്തത് ഓരോന്നിന്റെ പിന്നാലെ ഓടൂലേ. അപ്പം എല്ലാവരും ആ ഒരു ഒഴുക്കിലുണ്ട്. പക്ഷെ നമ്മളെ മനുഷ്യന്മാരെ നാച്ചുറൽ സ്റ്റേറ്റ്, നമ്മൾ യഥാർത്ഥത്തിൽ ആവേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ ജനിച്ച. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്ന ഏറ്റവും ആദ്യത്തെ അവസ്ഥ ഏതാണ്?
നമ്മുടെ കുട്ടിക്കാലം ഏറ്റവും ആദ്യത്തെ അവസ്ഥ നമ്മുടെ കുട്ടിക്കാലാണ്. അന്ന് നമ്മൾ വേണ്ടാത്തതൊന്നും കയറി കൂടിയിട്ടില്ല, എക്സ്ട്രാ ഫിറ്റിങ്സ് ഇല്ല, കുറെ ചിന്തകൾ കയറി കൂടിയിട്ടില്ല, കുറെ വേണ്ടാത്ത വിശ്വാസങ്ങളോ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങളോ ഒന്നും നമ്മൾ കയറി കൂടിയിട്ടില്ല. അത്രയും ശുദ്ധമായ ഒരു കുഞ്ഞായിട്ട് നമ്മൾ ഈ ഒരു ഭൂമിയിലോട്ട് വന്നല്ലേ. ആ സമയത്തുള്ള അവസ്ഥയാണ് നമ്മുടെ യഥാർത്ഥ അവസ്ഥ. അതാണ് യഥാർത്ഥ അവസ്ഥ. ആ അവസ്ഥ ഏതാണ്? എപ്പോഴും സന്തോഷം. കുട്ടികളെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? കുട്ടികളെ കണ്ടിട്ടില്ലേ? ഒരിക്കൽ സന്തോഷമായിട്ടിരിക്കാൻ എന്തെങ്കിലും കാര്യം വേണം, ഒരു വെറുതെ ചിരിച്ചുകൊണ്ട് നടക്കും. ചിലപ്പം ഞാനിപ്പോ ഇന്ന് എൻ്റെ വീട്ടിലുള്ള കസിനെ അങ്ങനെ ഒബ്സർവ് ചെയ്ത സമയത്ത് ആളിങ്ങനെ മുറ്റത്ത് നിന്നിട്ട് ചെടികളോട് വർത്താനം പറയുന്നു, ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് പാടുന്നു. ആള് ഫുൾ ഹാപ്പിയാ, വേറെ ആരും ആളെ ഹാപ്പി ആക്കാൻ വേണ്ട. നമ്മളാണെങ്കിലോ, അവരെന്നോട് സംസാരിച്ചിട്ടില്ല, അവരെന്നോട് മിണ്ടിയിട്ടില്ല, അതുകൊണ്ട് എനിക്കിന്ന് സമാധാനമില്ല, സന്തോഷമില്ല എന്ന് പറയും. പക്ഷെ കുട്ടികളുടെ ഒരു കാര്യം, മനുഷ്യന്റെ നാച്ചുറൽ സ്റ്റേറ്റ്, നമ്മുടെ യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണ്, നിഷ്കളങ്കമായ അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കാറില്ലായിരുന്നു. അതേപോലെ തന്നെ ആ അവസ്ഥയിൽ നമ്മൾ എന്നെക്കാളും കളർ അവരാണ്, എന്നെക്കാളും നീളം അവർക്കുണ്ട്, എന്നെക്കാളും പഠിപ്പ് അവർക്കുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെടാറില്ലായിരുന്നു. നമ്മൾ ഞാനേ അടിപൊളിയാണ് എന്നുള്ള അവസ്ഥയിലാണ്. കുട്ടികളെ മുന്നിലോട്ട് എന്തെങ്കിലും കൊണ്ടുകൊടുത്താൽ എനിക്ക് ആദ്യം വേണം, എനിക്ക് ആദ്യം വേണം എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിക്കാം. കാരണം എന്താ? ഞാൻ അടിപൊളിയാണ് എന്നുള്ള ഫീലിലാണ് ഓരോ കുഞ്ഞും ജനിച്ച് വീഴുന്നത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ അവരിപ്പം ഒന്ന് വീണു എന്ന് വിചാരിക്കാം, അപ്പോ അവരൊന്ന് കരഞ്ഞാലും വീണ്ടും അവർ ചിരിക്കും. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു പരാജയത്തിൽ വന്നു പോയാൽ നമ്മൾ അന്നും കരയും, വീണ്ടും അത് ഓർത്തോർത്തോർത്ത് കരയും. സന്തോഷിക്കാനുള്ള മൊമെന്റ്സ് ഇടക്കിടക്ക് വന്നാൽ നമ്മൾ അത് കാണാതെ പോകും. നമ്മൾക്ക് അതിൽ സന്തോഷമായിരിക്കാൻ പറ്റില്ല, കഴിഞ്ഞത് ആലോചിച്ച് ഓർത്തോർത്ത് കരയും. പക്ഷെ കുഞ്ഞുങ്ങൾ അങ്ങനെയില്ല. അവർ കരയേണ്ട സമയത്ത് കരയും, അത് കഴിഞ്ഞ് അവർ വീണ്ടും അവരെ നാച്ചുറൽ സ്റ്റേറ്റിലോട്ട് അവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ തുള്ളിച്ചാടി ഇങ്ങനെ നടക്കും. അവർക്ക് ക്ഷീണം കാണാറുണ്ട് നിങ്ങള്? അതായത് അവര് വീട്ടിൽ ഒരുപാട് കളിച്ചിട്ടുണ്ടാവും, പാർക്കിൽ പോയി അവിടെ വീണ്ടും കളിക്കും എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനിയിപ്പം വെറുതെ ചിരിക്കും, വെറുതെ ഇങ്ങനെ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കും. ഒരു ജോയ് സ്റ്റേറ്റ്, ആനന്ദം, സന്തോഷത്തിന്റെ ഹാപ്പിനെസിന്റെ മുകളിലുള്ള സ്റ്റേറ്റ് ആണ് ജോയ്, ആനന്ദം എന്ന് പറയാം. അതായത് സന്തോഷത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണം. എനിക്കിപ്പോൾ ആരെങ്കിലും ഒരു ചോക്ലേറ്റ് തന്നാൽ ഹാപ്പിയായി, ആരെങ്കിലും എന്നെ പറ്റി നല്ലത് പറഞ്ഞാൽ ഹാപ്പിയായി. പക്ഷെ ജോയ്, ആനന്ദം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആരും ഒന്നും തരണ്ട, വെറുതെ ഉള്ളുന്നൊരു സന്തോഷം. ചിലപ്പോൾ നമുക്ക് പ്രെയർ, നമ്മുടെ പ്രാർത്ഥനകളുടെ സമയത്തൊക്കെ അത് ഫീൽ ചെയ്യൂലേ? ചില നിമിഷത്തിലൊക്കെ വെറുതെ ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും, മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒക്കെ. അതാണ് സന്തോഷത്തിന്റെ മുകളിലുള്ള ആനന്ദം എന്ന് പറഞ്ഞൊരവസ്ഥ. ആ അവസ്ഥയിലായിരുന്നു കുട്ടികൾ ഉണ്ടായിരുന്നത്. നിങ്ങളുടെയും എൻ്റെയും നമ്മളെല്ലാവരുടെയും യഥാർത്ഥ അവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അല്ലാതെ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം എന്തോ അത്ഭുതകരമായി കിട്ടേണ്ട ഒന്നല്ല സമാധാനം എന്ന് പറയുന്നതും. എന്തോ വലിയൊരു കാര്യമില്ല, നമ്മൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ട ഒരു കാര്യം അതാണ്. നമ്മളെല്ലാവരും അനുഭവിക്കാൻ അവകാശപ്പെട്ട ആൾക്കാരാണത്. നമുക്ക് കിട്ടും, നമ്മൾ പറയല്ലോ ഈ ഭൂമിയിൽ നമുക്ക് പച്ചവെള്ളം എങ്ങനെ കിട്ടുമോ അതുപോലെ അവകാശപ്പെട്ട കാര്യമാണത്. അതായത് ഈ പ്രശ്നങ്ങൾക്ക് മുകളിൽ പരുന്ത് പറക്കുന്ന പോലെ സ്ട്രോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റും, ഉള്ളതിൽ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആ ഒരു കാര്യവും, അല്ലെ, സമാധാനത്തിനുള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന, ശ്വാസം ഇങ്ങനെ ഒഴുകുന്ന ഫീൽ ചെയ്യുക, ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും വെറുതെ, അതായത് പൈസ കൊടുത്ത് വാങ്ങേണ്ട അങ്ങനെയല്ല പറഞ്ഞേ, നമുക്ക് എല്ലാവർക്കും കിട്ടേണ്ട കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് നമുക്ക് കിട്ടിയില്ല? ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും നമുക്ക് കിട്ടാത്തത്? നമുക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തത് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ആ ഒരു കുട്ടിയുടെ അവസ്ഥ, എല്ലാവരുടെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ മക്കളുടെ കാര്യമാണെങ്കിലും അവര് വളർന്നു വരുന്ന കാലഘട്ടത്തില് നമ്മൾ പല അനുഭവങ്ങളിലൂടെ പോകും, പല മുറിവുകൾ, പല വേദനകൾ, പല ആളുകൾ നമ്മളടുത്ത് പല വാക്കുകൾ പറയും. ഇതെല്ലാം വന്ന് ആ ഒരു പ്യുവർ ആയിട്ടുള്ള ശുദ്ധമായ നമ്മളുടെ മാനസികാവസ്ഥയിൽ പൊടികൾ കയറിക്കൂടി, പൊടിപടലങ്ങൾ അത് കയറിക്കൂടി കയറിക്കൂടി നമ്മളിലുള്ള ആ ഒരു ഒഴുക്കിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും ഒഴുക്കിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾക്ക് മാത്രമാണ് അത് നഷ്ടപ്പെട്ടത് എന്നുള്ളത്, അല്ലെ? അപ്പൊ അത് കുറെ കാലം കഴിഞ്ഞ് പല ആളുകളും തിരിച്ചെടുക്കും. എങ്ങനെ? മെഡിറ്റേഷൻ ചെയ്തിട്ടും പല കാര്യങ്ങളും മൈൻഡിന്റെ ടെക്നിക്കോ ചെയ്തിട്ട് വീണ്ടും അതിലോട്ട് തന്നെ എത്തും. അതല്ലാത്ത ആളുകൾക്കെല്ലാം അത് നഷ്ടപ്പെട്ട് അവർ എന്തോ ഒന്നിന്റെ പിറകെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് ലൈഫിൽ. എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? നമ്മൾ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥ കഴിഞ്ഞ് ജീവിച്ചു വരുമ്പോൾ പല അനുഭവങ്ങൾ നമ്മളെ ഉള്ളിൽ കയറി കൂടിയിട്ട് ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റ്, നമുക്ക് കിട്ടേണ്ട പച്ചവെള്ളം എങ്ങനെ കിട്ടണോ അതുപോലെ കിട്ടേണ്ട ആ ഒരു നാച്ചുറൽ സ്റ്റേറ്റ് എങ്ങോട്ടോ പോയി. ഓക്കെ. അപ്പം അതിനെ തിരിച്ചു പിടിക്കുന്ന സമയത്ത് നമ്മളെ ലൈഫിന്റെ ഫ്ലോ, ഒഴുക്ക് തിരിച്ചു കിട്ടും. അല്ലാതെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല നിങ്ങൾ കോച്ചിങ് ചെയ്താലോ, മൈൻഡ് കോച്ചിങ്ങിൽ വന്നാലോ, മൈൻഡിന്റെ ടെക്നിക്ക് ചെയ്താലോ, മെഡിറ്റേഷൻ ചെയ്താലോ, നിങ്ങൾ എന്ത് തന്നെ വലിയ കാര്യങ്ങൾ ചെയ്താലും നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു പ്രശ്നം വരില്ല എന്ന് ഒരാൾക്കും ഗ്യാരണ്ടി തരാൻ വേണ്ടി പറ്റില്ല.
കാരണം ലൈഫ് എന്ന് പറയുമ്പം നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിൽ മഴക്കാലം മഞ്ഞുകാലം ചൂടുകാലം മാറി മാറി വരുന്ന പോലെ നമ്മളെ ലൈഫിലും ആ ഒരു സീസൺ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അത് വരൂല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ എന്തിലെ ഈ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് മഴക്കാലത്തും മരങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട്, മഞ്ഞുകാലത്തും നിൽക്കുന്നുണ്ട്, ചൂടുകാലത്തും നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ മുന്നോട്ട് വളരുന്നുണ്ട്. അതുപോലെ വളരാനുള്ള ഒഴുക്കിനനുസരിച്ചിട്ട് നീങ്ങാനുള്ള ഒരു രീതിയിലോട്ട് നിങ്ങളുടെ നാച്ചുറൽ സ്റ്റേറ്റ് അത്ഭുതകരമായി നേടിയെടുക്കേണ്ട ഒന്നല്ല. നിങ്ങളെല്ലാവരും അവകാശപ്പെട്ട, നിങ്ങൾക്കെല്ലാവർക്കും കിട്ടേണ്ട, നിങ്ങളെല്ലാവരും അനുഭവിക്കേണ്ടിയിരുന്ന ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ലൈഫിൽ പിന്നെ എല്ലാം ഈസിയാണ്. നമുക്ക് ഒന്നിലും പേടി ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ തന്നെ കയറിയിട്ട് ശരിയാക്കണം എന്നൊന്നുമില്ല. നമ്മൾ ശരിയാക്കാതെയും പ്രശ്നങ്ങൾ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ശരിയാവും. പക്ഷെ ചിലത് നമ്മൾ പ്രവർത്തിക്കേണ്ടിയിരിക്കും. അതായത് ഡോക്ടർ ഡ്രസ്സസ് ദ വൂണ്ട് അല്ലെ. ഡോക്ടർ നമുക്കൊരു അസുഖം വന്നാൽ ഡോക്ടർ മുറിവ് ഉണക്കൂല, മുറിവിന് വേണ്ട കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരും, മരുന്ന് പുരട്ടും അല്ലെ, മരുന്ന് തരും, എല്ലാം തരും, മുറിവ് ക്ലീൻ ആക്കും. പക്ഷെ മുറിവ് ഉണക്കുന്നത് ആരാണ്? ശിഫ തരുന്ന നിങ്ങളുടെ ക്രിയേറ്റർ ആണ് അവിടെ അല്ലെ മുറിവ് ഉണക്കുന്നത്. അതേപോലെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ബാക്കി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി ഇവിടെ എല്ലാം ആ ഒഴുക്കിനനുസരിച്ച് താളത്തിന് പോകും. ഇനിയൊന്ന് ആലോചിച്ച് നോക്കിയേ, ലൈഫ് എന്ന് പറയുന്നത് എന്തോ ഒന്നിന് പിറകെ ഓടേണ്ട, എന്തൊക്കെയോ നേടിയെടുത്തിട്ട് ഫുൾ ഫീലിംഗ് തോന്നേണ്ട ഒരു റോബോട്ടായി ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ നാച്ചുറലി ഉള്ളത്. ഇപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ലൈഫിന്റെ മെയിൻ സീക്രട്ട് ഈ നിമിഷമാണ്. ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിങ്ങളുടെ ശ്വാസം. നിങ്ങളെ കയ്യിലുള്ള കാര്യങ്ങൾ, അതിൽ നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്താതെ, അതിൽ നിങ്ങൾ തൃപ്തികരമായി ഇരിക്കാതെ പിന്നെ എന്ന് തൃപ്തികരമായിരിക്കാനാണ്? ഒരു കാലത്തും ഇല്ല. നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും അല്ലേ? അപ്പം ഈ ഒരു ഫ്ലോയിലോട്ട് നമ്മൾ എത്തുന്ന സമയത്ത് വൈഫൈ കണക്ഷനൊക്കെ പോലെ അല്ലെ, വൈഫൈ ഒക്കെ ഫോണുമായിട്ട് കണക്ട് ആയി കഴിഞ്ഞാൽ GPS കണക്ഷൻ പോലെ നമ്മൾ പറയാറില്ലേ, പക്ഷികൾ എങ്ങനെ കറക്റ്റ് സമയത്ത് എഴുന്നേൽക്കുന്ന ഒരു 4 മണി സമയത്ത് 5 മണിയാവുമ്പോൾ കൂട്ടിൽ പോകുന്നത്? അവർക്കാരും ക്ലോക്ക് കൊണ്ടുകൊടുത്തിട്ടാണോ? അവർക്കാരെ അലാറം വെച്ചിട്ടാണോ? അല്ല, സൂര്യൻ വരുന്നത് എല്ലാം കറക്റ്റ് സമയത്ത് പോകുന്നുണ്ട്. അപ്പം ഇവരെല്ലാം ഇവരൊരു സൃഷ്ടിയാണ്. ഇവരെല്ലാം സൃഷ്ടികൾ. ഇവരെ സൃഷ്ടാവുമായിട്ട് ഒരു വൈഫൈ കണക്ഷൻ പോലെ ഒരു ഉള്ളിലൊരു കണക്ഷൻ ഉണ്ട്. ഇതുപോലെ ഒരു കണക്ഷൻ നമ്മളും നമ്മുടെ ക്രിയേറ്ററായിട്ടുണ്ട്. ഒരു GPS കണക്ഷൻ ഉണ്ട്. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. ഒഴുക്കിനനുസരിച്ച് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പം അതിലോട്ട് അതാ ഞാൻ പറഞ്ഞ, ഇത് ഒരാൾ അത്ഭുതകരമായി നേടിയെടുക്കേണ്ട ഒന്നല്ല. നമ്മൾ ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണ്. അതുകൊണ്ടാണ് നമ്മുടെ എംപവർ യുവർ പാരന്റിങ്ങിൽ നമ്മൾ വീണ്ടും ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങളുടെ മക്കൾ ഏറ്റവും ശുദ്ധമായ അവസ്ഥയിലാണുള്ളത്. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും അവസ്ഥയിലോട്ട് തിരിച്ചെത്താനാണ് കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് അവരുടെ കുട്ടിത്തത്തിനെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും മക്കൾ ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ. നിങ്ങളെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ചിട്ട് ആവാനുള്ളതല്ല മക്കൾ. രക്ഷിതാവ് എന്ന് പറഞ്ഞ പദത്തിനെ കേട്ടിട്ടില്ലേ? രക്ഷിതാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ഏകനാണ് പറയും രക്ഷിതാവ്. അപ്പം നമ്മൾ എന്നുള്ള രക്ഷിതാവിനെ നോക്കാൻ ഏൽപ്പിച്ചതാണ് മക്കളെ. മുകളിലുള്ള രക്ഷിതാവ് താഴെയുള്ള രക്ഷിതാവ് നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചതാണ് നിങ്ങളുടെ മക്കളെ. അപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നീ ഇതേ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അച്ചില് വാർത്തെടുക്കേണ്ട ആൾക്കാരല്ല മക്കള്. അവരെ ഉള്ളിലെ GPS കണക്ഷൻ, അവരെ ഉള്ളിലെ ആ ഒരു കണക്ഷൻ, അതിനറിയാം അവർ ഈ ലോകത്ത് എന്താണ് ചെയ്തു തീർക്കേണ്ടത്, അവർക്ക് എന്തൊക്കെയാണ് കഴിവുകൾ, അവരിവിടെ ചെയ്തെടുക്കേണ്ട കഴിവുകൾ നാച്ചുറലി അവരുടെ ഉള്ളിൽ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മുന്നേ വന്നിട്ടുള്ള ഒരു പേഴ്സണൽ കോച്ചിങ്ങിന്റെ ഒരു കാര്യം, ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ജസ്റ്റ് റെഫറൻസിന് വേണ്ടിയിട്ട് പറയാണ്, ആ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ആൾക്ക് നല്ലോണം സംസാരിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണ്. ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ക്ലാസ് ഒക്കെ കോച്ചിങ് ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മാക്ക് ഇഷ്ടമില്ല ഞാൻ സംസാരിക്കുന്നത്, അപ്പൊ ഉമ്മ എന്നെ എങ്ങനെ വേറൊരു ഫീൽഡിലോട്ട് ആക്കാം എന്നുള്ളതിനാണ് ഉമ്മ ട്രൈ ചെയ്യുന്നത് എന്നുള്ളത്. ആൾക്ക് നാച്ചുറലി സംസാരിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട് ദൈവം എന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് നമ്മുടെ മക്കൾക്ക് ഇല്ലാത്തൊരു കഴിവിനെ അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർ ജനിക്കുമ്പോഴേ അശുദ്ധമായ അവസ്ഥയിൽ അവരുള്ളിൽ ഗിഫ്റ്റഡ് ആയിട്ട് അവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മളായിട്ട് അത് നമ്മളെ ആഗ്രഹങ്ങളും നമ്മുടെ വിശ്വാസങ്ങളും ഇട്ടുകൊടുത്ത് നശിപ്പിക്കാതിരുന്നാൽ മതി. ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ ഒരു ഫ്ലോ സ്റ്റേറ്റ്, അതിലെങ്ങനെ ജീവിക്കാൻ ഭയങ്കര രസമാണ്. ആ ഒരു കുട്ടിത്തം നഷ്ടപ്പെടുന്നത് ആ കുട്ടിയുടെ കുറ്റം കൊണ്ടല്ല, ചുറ്റിലുള്ളവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് അത് നഷ്ടപ്പെടുന്നത്.
അപ്പം നമ്മൾ ആ ഒരു ഫ്ലോയിലോട്ട് പോയി കഴിയുന്ന സമയത്ത്, ആ ഒരു തിരിച്ചു വരവ് കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് പോകുന്ന സമയത്ത് കുട്ടികളെ പോലെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം ഈ കാര്യങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് തിരിച്ചറിയത്തിടത്തോളം നമ്മൾ എന്തോ ഒന്നിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കും. രോഗങ്ങൾ മാറിയിട്ടേ ഹാപ്പി ആവൂ പറഞ്ഞാൽ നമുക്ക് ഉറപ്പില്ല. ചില കാര്യങ്ങൾ നമ്മൾക്ക് മാറണമെന്നില്ല. നമ്മൾ പറയും ഒരു മുള്ളു കുത്തുന്നത് പോലെ നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്നുള്ളത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില നഷ്ടങ്ങൾ തിരിച്ചു കിട്ടണമെന്നില്ല, ചില കാര്യങ്ങൾ മാറണമെന്നില്ല. പക്ഷെ അത് നമ്മളെ കൂടെ ഉള്ളിടത്തോളം നമ്മൾക്ക് അതിലൊരു ഹയർ തീരുമാനിച്ചിട്ടുണ്ടാവും. നമുക്ക് അതിൽ എന്തൊക്കെയോ ബ്ലെസ്സിങ്സ്, എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ നമ്മൾക്ക് എന്തോ ഒരു കാര്യം അതിൽ തീരുമാനിച്ചിട്ടുണ്ടാവും. അപ്പം എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് ആദ്യം അംഗീകരിക്കുക. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഇത് എന്താ പോവാത്തെന്ന് പറഞ്ഞാൽ അതിനോട് മല്ലിടുന്നതിന് പകരം അതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പകുതി റിലാക്സ് ആകും. വേദനയുടെ അളവ് പകുതി, ഒരു 3/4 ഭാഗം കുറഞ്ഞു വരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പരീക്ഷണം കൊണ്ട് എൻ്റെ ദൈവം എനിക്ക് എന്ത് അനുഗ്രഹമാണ് വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാനും പറ്റും. അപ്പം ആ ഒരു പരീക്ഷണമായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് മാറ്റി മറിച്ചിട്ടുണ്ടാവാം. എൻ്റെ ലൈഫിനെ മാറ്റി മറിച്ചിട്ടുള്ളതും ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നതും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു പരീക്ഷണത്തിന്റെ റിസൾട്ടാണ്. അതിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഇന്നും അതിനോട് 100 തവണ 1000 തവണ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാലത്ത് ലൈഫ് തീർന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള അനുഭവം തന്നെയാണ് ഇന്നെന്നെ പുതിയൊരു ലൈഫും ഒരുപാട് ആളുകൾക്ക് ലൈഫ് എന്താണെന്ന് കാണിച്ചു കൊടുക്കാനും എന്താണ് നിങ്ങളെന്ന് അറിയിച്ചു കൊടുക്കാനും അവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ നിങ്ങളുടെ പരീക്ഷണങ്ങൾ നിങ്ങൾ നശിപ്പിക്കാൻ വന്നതാവില്ല, നിങ്ങൾ ഒന്നുകൂടെ ഉയർത്താൻ വന്നതാവും. നമ്മൾ അതിൽ തന്നെ പരാതി പറഞ്ഞിരിക്കും, നമുക്കത് കാണാൻ വേണ്ടി പറ്റൂല. അപ്പൊ ഫസ്റ്റ് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഉള്ളതിനെ സന്തോഷമായിട്ടിരിക്കുക. ഇപ്പോൾ ഉള്ളതിൽ നിങ്ങൾ ഫുള്ള് ഹാപ്പി ആണെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് വീട് കിട്ടിയാൽ ഒന്നുകൂടെ ഹാപ്പി ആവും. കുറച്ചും കൂടെ കൂടെ ഉള്ളൂ, നിങ്ങൾ ഒരിക്കലും താഴോട്ടേക്ക് പോകത്തില്ല. ഈ ഒരു അവയർനെസ് ആദ്യം കിട്ടുക എന്നുള്ളതാണ് ഒരു മനുഷ്യന് കിട്ടേണ്ട കാര്യം എന്നുള്ളത്. അപ്പം നമുക്കിപ്പോൾ മൈൻഡ് കോച്ചിങ്ങും അല്ലെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, നിങ്ങൾക്ക് ഹാപ്പി ആയിരിക്കാം, നിങ്ങൾക്ക് പീസ്ഫുൾ ആയിട്ടിരിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് പല ആൾക്കാരും പറയും അതിൻ്റെ ഒന്നും കാര്യമില്ല എനിക്ക്, അല്ലെങ്കിൽ അതൊക്കെ എന്തൊക്കെയോ ചെയ്യണം, ചില ആൾക്കാർക്ക് മാത്രം ഭാഗ്യം കൊണ്ട് നേടിയേക്കണം. ഒരിക്കലും അല്ല. നേരത്തെ പറഞ്ഞ പോലെ പച്ചവെള്ളം കിട്ടണ പോലെ എല്ലാവർക്കും നമ്മൾ അനുഭവിക്കേണ്ട അവകാശപ്പെടേണ്ട ഒന്നാണ് ഈ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് തിരിച്ചു പോവുക? ഒരിക്കലും ഞാൻ കുഞ്ഞാണെന്ന് വിചാരിച്ച കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് തിരിച്ചു പോകാൻ പറ്റൂല. കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് വിശ്വാസങ്ങള്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു കുട്ടിക്കാലത്തിന് ശേഷം അല്ലെ. ഒരുപാട് വിശ്വാസങ്ങൾ, ഒരുപാട് വേദനകൾ, അനുഭവങ്ങൾ, പൊടിപടലങ്ങൾ പോലെ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതിനെ പതുക്കെ പതുക്കെ ക്ലിയർ ചെയ്തിട്ടാണ് ആ താഴത്തോട്ട് നമ്മൾ പോവാന്നുള്ളത്. ഓക്കെ. അപ്പൊ അതിനാണ് എന്ത് ചെയ്യുക, നമ്മൾ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസുകളും മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസും ഒക്കെ ചെയ്തിട്ട് ഒരു കല്ലിനെ പോളിഷ് ചെയ്തെടുക്കണ പോലെ നമ്മൾ എങ്ങനെ ക്ലീൻ ആക്കി അതിലോട്ട് എത്തുക എന്നുള്ളത്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, ലൈഫിന് ഫ്ലോ വേണമെന്നുണ്ടെങ്കിൽ ആദ്യം കഴിഞ്ഞ കാലത്തുള്ളതെല്ലാം വിട്ട് കളയുക, ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് ഈ നിമിഷത്തിൽ സന്തോഷമായിട്ടിരിക്കുക. എന്നിട്ട് ഇതിൽ സന്തോഷമായിട്ട് ഇരുന്നിട്ട് നിങ്ങളുടെ ഗോൾസിന് വേണ്ടി പ്രവർത്തിച്ചു നോക്കി. ഒരു മടുപ്പും തോന്നൂല. കാരണം ആ പരീക്ഷക്ക് മാർക്ക് കിട്ടിയിട്ട് തന്നെ സന്തോഷമാകേണ്ട അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് ഇല്ല. ഇതിലേ സന്തോഷത്തിലാണ്. എന്നിട്ട് ഇനി അതുകൂടെ കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ സന്തോഷമാവും അല്ലെ. ഭയങ്കര രസമായിരിക്കും ലൈഫ്. ഒഴുക്കിനനുസരിച്ചിട്ട് ഇങ്ങനെ ജീവിതത്തിൽ പോവാന്നുള്ളതാ. അല്ലാതെ വെറുതെ നിലനിൽപ്പിന് വേണ്ടി പോരാടി കിടന്നുറങ്ങാൻ സങ്കടപ്പെടാ അങ്ങനത്തെ ആളുകളല്ല നമ്മള്. നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ ലൈഫിൽ ഇപ്പൊ ഇല്ല എന്നുള്ളത്? ഒരാൾക്കും പറയാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ട് തന്നെ പറഞ്ഞ ഫബിയ ഈ ആലായി റബ്ബിക്കും അത് കതിപ്പാൻ, എന്റെ ഏത് അനുഗ്രഹത്തിനാണ് നിങ്ങൾക്ക് നിഷേധിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. നിങ്ങൾക്ക് ഈ നിമിഷത്തിലും കേൾക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലസ്ഡാ. അതന്നെ ബ്ലസ്ഡ് ആണ്. നമുക്കത് വെറുതെ കിട്ടൂല. കേൾവി പോയ ആരെങ്കിലും തരുമോ? ഇല്ല. നിങ്ങൾക്ക് ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു. ബാക്കി നിങ്ങൾ തന്നെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ റിച്ച് ഫീലാന്ന് ഈ നിമിഷത്തിൽ തന്നെ തോന്നണം. അല്ലാതെ പണം കുറെ കിട്ടിയിട്ട് റിച്ച് ആവേണ്ടതല്ല. ഇപ്പൊ തന്നെ നിങ്ങൾ റിച്ച് ആണ്, അത് ആദ്യം റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷന്റെ ടോപ്പിക് ഇതാണ്. ടൈം ഏകദേശം നമ്മളെ ടൈം ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത സെഷൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ നിമിഷത്തിൽ നിന്നിട്ട് ഇതിൽ ഹാപ്പി ആയിട്ട് എങ്ങനെ നമ്മുടെ ഗോൾസും ഡ്രീംസും ഒക്കെ നേടിയെടുക്കണം, സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം എന്നാണ് അടുത്തതിൽ പറയുക. അതായത് 3 കഴിഞ്ഞ സെഷനിൽ എങ്ങനെ ലെറ്റ് ഗോ ചെയ്യണം, എങ്ങനെ കഴിഞ്ഞതിനെ ഒഴിവാക്കണം എന്നുള്ളതും, ഇതിൽ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പോഴത്തിൽ എങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതും, എന്നിട്ട് നമുക്ക് വരാനുള്ളതിലോട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കണം, 2025 ഗോൾ ലിസ്റ്റ്, ബക്കറ്റ് ലിസ്റ്റ്, കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ടല്ലേ.
അപ്പൊ അതെങ്ങനെയെന്നുള്ളത് നമ്മൾ അടുത്ത സെഷനിൽ പറയും. ഇൻഷാല്ല അടുത്ത സെഷന് ഈ വരുന്ന 21-ാം തീയതി ആയിരിക്കും. അപ്പൊ ആരും മറക്കണ്ട, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നിങ്ങൾ അടുത്ത സെഷനിൽ വരാം. പിന്നെ എനിക്കിനി റിമൈൻഡ് ചെയ്യാനുള്ള കാര്യം, ഈ വരുന്ന 23rd 23-ാം തീയതിയാണ് നമ്മളെ ഈ ബാച്ച് 2024 ലാസ്റ്റ് ബാച്ച് മൈൻഡ് റീപ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇപ്പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് പോകണമെങ്കിൽ, നിങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ആളെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ നമ്മളെയൊക്കെ മറന്ന് നമ്മളല്ലാതായി എന്തൊക്കെയോ അഭിനയിച്ച് ജീവിക്കായിരിക്കും. അതായത് എങ്ങനെ ഒരു ഉമ്മ നല്ല ഉമ്മാവണം, എങ്ങനെ നല്ലൊരു ഭാര്യ ആവണം, എങ്ങനെ നല്ലൊരു മകളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ മുകളിൽ കുറെ മുഖം മൂടി ഇട്ടിട്ട് നമ്മൾ നമ്മളല്ലാതായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിൽ നിന്ന് പല സമയം ഒരു ചോദ്യം വരും, അപ്പൊ ഞാനും എവിടെ? എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ ആരും കേൾക്കുന്നില്ലല്ലോ, എന്നെ ആരും വില കൽപ്പിക്കുന്നില്ലല്ലോ, എനിക്ക് എന്നെ നഷ്ടപ്പെട്ടല്ലോ, പഴയ എന്നെ എനിക്ക് കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ചോദ്യം വരും അല്ലേ. അപ്പം നിങ്ങൾ ആ പഴയ കുഞ്ഞിന്റെ അവസ്ഥയിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആ GPS കണക്ഷൻ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾക്ക് ആരെ ഹെൽപ്പ് എടുക്കേണ്ടി വരില്ല. ലൈഫിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അതിനെ സ്വയം നേരിട്ട് അല്ലെ, അതിന് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യണം എന്നുള്ള ആ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തന്നെ കിട്ടും. അങ്ങനെ സെൽഫ് ഗൈഡഡ് ആയിട്ടാണ് എല്ലാ മനുഷ്യന്മാരും ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇപ്പൊ നമുക്കത് കിട്ടാത്തത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിലോട്ട് എത്താൻ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 2024-25 മുന്നേ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേറ്റിൽ എത്തി, ആ ഒരു കുഞ്ഞിന്റെ അവസ്ഥയിൽ, ആ ഒരു ഫ്ലോയിൽ അല്ലെ, നമ്മുടെ ബ്രീത്ത് അടക്കം ശ്വാസം അടക്കം സമാധാന രീതിയിൽ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം പെട്ടെന്ന് തന്നെ ജോയിൻ ആവുക, കുറച്ച് സീറ്റേ ഉള്ളൂ, ആകെ ഇനി 5 സ്ലോട്ട് കൂടി ബാക്കിയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാം. എൻ്റെ ഇപ്പം നമ്പറുള്ള ആളുകൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. അല്ലാത്ത ആളുകൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ ലിങ്ക് കിട്ടിയിട്ടുള്ളത് അവരെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. പിന്നെ ഞാൻ ചാറ്റ് ബോക്സിൽ നമ്പർ കാര്യങ്ങൾ ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഹെൽപ്പുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് വീണ്ടും പറയാണ്, നിങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീക്രട്ട് രഹസ്യം എന്താ വെച്ചാൽ ഈ നിമിഷത്തിലാണ്. അത് തിരിച്ചറിയുക എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ കാര്യം, വിജയം എന്ന് പറയുന്നത്. വലിയ എന്തൊക്കെയോ നേടിയെടുക്കുന്നതിനപ്പുറത്ത് ഈ ചെറിയതിലുണ്ട് രഹസ്യം. അപ്പൊ അത് വീണ്ടും റിമൈൻഡ് ചെയ്തുകൊണ്ട് നമ്മളെ ഇന്നത്തെ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ ജോയിനിങ് ആൻഡ് ഇത്രയും ടൈം കേട്ടിരുന്നതിനൊക്കെ. ഇനി നിങ്ങളുടെ ടൈമാണ്. ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങളെ ഫീഡ്ബാക്കുകൾ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. എല്ലാത്തിനും ഇനി നിങ്ങളുടെ ടൈമാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫീഡ്ബാക്സോ നിങ്ങൾക്ക് എന്തൊക്കെയാ മനസ്സിലായത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. നമ്മളെ പല ആളുകളും ഇപ്പം നമ്മുടെ റെയ്ഹാന മാം, സെലീന മാം ഇവർക്കൊക്കെ ഉണ്ടായ അനുഭവമാണ്. ഇവരിങ്ങനെ നമ്മുടെ സെഷനിലൊക്കെ മൈക്ക് ഓൺ ആക്കിയിട്ട് സംസാരിക്കും, വീഡിയോ മോഡിൽ വരും. അത് ചെയ്ത് ചെയ്ത് ഇപ്പോൾ ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസാണ്, എല്ലാവരോടും സംസാരിക്കാനും. ഇവരുടെ ഉള്ളിലെ ഫിയറൊക്കെ ബ്രേക്ക് ആയിട്ടുണ്ട്, പേടിയൊക്കെ. അപ്പം നമ്മൾ തന്നെ ഉള്ളിൽ എങ്ങനെയൊക്കെയോ കയറി കൂടിയതാവും ഈ പേടികളൊക്കെ. അത് നമ്മൾ തന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ മൊമെന്റ്സ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുള്ളിലെ പേടികളൊക്കെ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ആയി പോകും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നെക്സ്റ്റ് സെഷൻ ആരും മറക്കരുത്. ഇതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഈ 21-ാം തീയതിയാണ്. പിന്നെ ഈ സെഷന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ, നമുക്കറിയാം നമ്മൾ ഇനി ഓരോ വീക്കായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സെഷൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ, നിങ്ങൾക്കറിയാം ലൈഫിന്റെ കുറേ സീക്രട്ടുകളും കാര്യങ്ങളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തു പോകുന്നത്. ഒരാളുടെ ലൈഫ് എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റുമോ അത്രത്തോളം ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പാരന്റിങ്ങിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർ, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ സെഷനൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവർക്ക് ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൽ ജോയിൻ ആവണമെങ്കിലൊക്കെ എന്നെ കണക്ട് ചെയ്താൽ മതി. അതുപോലെ കഴിഞ്ഞ ലാസ്റ്റ് സെഷൻസിന്റെ ഒക്കെ റെക്കോർഡിങ്ങും അവൈലബിൾ ആണ്. താങ്ക് യു സോ മച്ച് ജയശ്രീ മാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ഫാത്തിമ മാം. മാഷാ അല്ലാ, അടിപൊളി ക്ലാസ് ആയിരുന്നു.
കേട്ടപ്പോഴേ ഒന്നും കൂടെ സന്തോഷം കൂടി കൂടി വന്ന്. ഏ, എന്താ പറയാ, അത് അടിപൊളി ക്ലാസ് ആയിരുന്നു. സന്തോഷം, എന്താ പറയാ, ടെൻഷൻ ഇല്ലാത്ത, എന്താ പറയാ, അത്രയും സന്തോഷമുള്ള ഒരു ജീവിതാക്കി കിട്ടി ഒന്നും കൂടെ ക്ലാസ് കേട്ടപ്പോഴേ. താങ്ക് യു സോ മാഷാ മച്ച് അല്ലാ. ഫാത്തിമ മാം. 19 ആളുകൾ ലൈവിലുണ്ട്. നിങ്ങൾക്കുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഇവിടെ ലൈവായിട്ട് തന്നെ റിപ്ലൈ ചെയ്യും. പിന്നെ ഞാൻ മാമിനോട് ഒരു സംശയം ചോദിച്ചിരുന്നില്ല, ഓക്കെ, അത് അത് ഞാൻ പേഴ്സണലി റിപ്ലൈ തരാം കേട്ടോ. ഓക്കെ. ആ, ശരി. ഞാൻ കേട്ടിട്ടുണ്ട്, സെഷനിലോട്ട് ജോയിൻ ആവാനുള്ള ടൈം ആയതുകൊണ്ടാണ് റിപ്ലൈ തരാനുള്ള ടൈം കിട്ടാൻ. ഓക്കെ. ഓക്കെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേൾക്കുന്നില്ലേ? യെസ്, ഉം. കേൾക്കുന്നുണ്ട്. ഉം. ഞങ്ങൾക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ പറയാം. ഓക്കെ, പറഞ്ഞോളൂ. മൈൻഡ് മൈൻഡ് റീഡ് പ്രോഗ്രാമിൽ പങ്കെടുത്തതുകൊണ്ട്, അത് ചെയ്തതുകൊണ്ട് എനിക്ക് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലാസ് സൂപ്പറായി. ഒരിക്കലും കൂടി കേൾക്കാനും കാണാനും ഒക്കെ കഴിഞ്ഞതിൽ താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. ഇനി നെക്സ്റ്റ് പറയട്ടെ. ഇതിൽ പറഞ്ഞ കാര്യങ്ങളിൽ പ്രശ്നങ്ങളെ അംഗീകരിക്കാൻ പഠിച്ചു. എനിക്ക് പ്രശ്നമില്ലാത്തത് കൊണ്ടല്ല, അത് ഞാൻ അംഗീകരിക്കാൻ പഠിച്ചു. അപ്പോ ആ ഏരിയ സന്തോഷവും ഇനി കൂടുതൽ കിട്ടുന്നത് എനിക്ക് കൂടുതൽ അനുഗ്രഹമാണല്ലോ എന്നുള്ള ആ രീതിയിൽ ഞാൻ അനുഭവിക്കാൻ പഠിച്ചു. പിന്നെ അത് ഒരു അനുഗ്രഹമാണ്. സത്യം പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തിരിച്ചറിഞ്ഞു. അതിലുള്ള പോസിറ്റീവ്സ് എന്താണ് അത് മാത്രമേ കാണൂ. ഇപ്പൊ നെഗറ്റീവിലേക്ക് നോക്കണേല്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ അതാ പറയും, എനിക്ക് ഇത്ര ഉണ്ടല്ലോ, അത്ര ഇല്ലാത്തതില്ലേ. അപ്പൊ ഓലെന്നെ ചിലര് ഞെട്ടലുണ്ട് കേട്ടോ, ചിലർക്കൊരു അത്ഭുതം തോന്നലുണ്ട്, അത് എന്താ അങ്ങനെയാണുള്ളത്. അങ്ങനെ പിന്നെ അതന്നെ, പിന്നെ ഉള്ളതിൽ സന്തോഷിച്ച് ഞാൻ ജീവിക്കാൻ പഠിച്ചു. ആ ഇതിലേക്ക് ചേരുന്നതിന് മുന്നുള്ള മാനസികാവസ്ഥയാണ് മാം ഇവിടെ പറഞ്ഞത് മുഴുവൻ. കരഞ്ഞു പിടിച്ച് എന്തിന് എങ്ങനെ ഏത് എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഫസ്റ്റ് ഇതിൽ വരുമ്പോ. പക്ഷെ അത് ഗ്രാജ്വലി മാറി 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 ഇപ്പം ഒരു കാമൻ ക്വയറ്റ് ഉള്ളതിൽ സന്തോഷിച്ച് ഉള്ളത് ജോയായി അങ്ങനെ ജീവിച്ചു പോകുന്നു, കുറവുള്ളതിനെ നോക്കാതെ. പിന്നെ പറയാനുള്ളത് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ എങ്ങനെ കിട്ടുന്ന് ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളിൽ നടപ്പിലാവുന്നുണ്ട്. ചില കാര്യങ്ങൾ ഒരിക്കലും ഇപ്പൊ അത് കിട്ടലും ചെയ്യലൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കും. പക്ഷെ പെട്ടെന്നാണ് ഏതോ വഴിക്ക് എങ്ങനെയൊക്കെയോ അത് നമ്മൾ വിചാരിച്ചത് റെഡിയാവും. അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ക്ലാസ് വീണ്ടും കേൾക്കാനും കാണാനൊക്കെ കഴിഞ്ഞതിൽ താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സെലീന മാം പറഞ്ഞൊരു കാര്യം ഞാൻ മെൻഷൻ ചെയ്യാണ്. നമ്മളെ ജീവിതത്തിന്റെ ഒഴുക്കിനനുസരിച്ച് നമ്മളും ഇതുപോലെ ഒഴുകാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ടേക്ക് വരും. നമ്മൾ അങ്ങോട്ടേക്ക് ഇതുപോലെ ടെൻഷൻ അടിച്ച് ഒരു ഫുൾഫിൽ ഫീൽഡ് അല്ലാതെ ടെൻഷൻ അടിച്ച് ഓടേണ്ട ആവശ്യം ഉണ്ടാകുന്നില്ല. നമുക്ക് വേണ്ടതെല്ലാം ഇങ്ങോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് ഇങ്ങനെ എത്തുന്ന ആ ഒരു അവസ്ഥ, ആ ഒരു ഒഴുക്ക് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും. അത് ഭയങ്കര രസമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഹലോ. വീണ്ടും പറയാണ്, ഇതൊക്കെ ഒരാൾക്ക് അത്ഭുതകരമായി കിട്ടേണ്ട ഒന്നല്ല, നമ്മളിൽ നാച്ചുറലി ഉള്ളതാണ്. അത് പോയി, അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ ഒരു ഒഴുക്കിനനുസരിച്ച് ലൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. റെയ്ഹാന മാം. സലീമ മാം പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളത്, മുമ്പുള്ള ഞാനല്ല ഇപ്പോ. ശൈല മാമിന്റെ ക്ലാസ്സിലൂടെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഒക്കെ കേട്ടത് തന്നെയാണ്. എന്നാലും ഒന്നും കൂടി മനസ്സിനൊരു ഇത് കിട്ടാന് മുമ്പത്തേക്കാളും ഇപ്പൊ ഒരു സങ്കടത്തിക്ക് നോക്കലില്ല. ഉള്ളതില് ഹാപ്പി ആയിട്ട് ജീവിക്കാണ്. അൽഹംദുലില്ലാ. നല്ല മെഡിറ്റേഷൻ ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. ഇനിയും ഇങ്ങനെയുള്ള ക്ലാസ് പ്രതീക്ഷിക്കണു. ഓക്കെ, താങ്ക് യു സോ മച്ച്.
അപ്പോൾ ഇനി ആർക്കും ഒന്നും പറയില്ല. സുഹാന മാം Hi, അൺമ്യൂട്ട്. Shahla ma'am. സുഹാന മാം പറഞ്ഞോളൂ. Thank you so much, dear. Thank you so much for giving this wonderful class. മെഡിറ്റേഷൻ ഒക്കെ ഒന്നും എക്സ്പ്ലനേഷൻ തരാനായിട്ടില്ല. ഇത്രയും നമ്മൾ അനുഗ്രഹങ്ങളിലേക്ക് മാത്രം നോക്കി നമ്മൾ ശരിക്കും പറഞ്ഞതൊന്നും നോക്കലില്ലല്ലോ. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ള ഒരു സംഭവം അത്ര ഒന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യം. പക്ഷെ അതിലേക്ക് ശ്രദ്ധ കൊടുത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് ഈ ഒരു നിമിഷത്തിലേക്ക് ജീവിച്ച് പരിഹാരങ്ങളിലേക്ക് മാത്രമൊക്കെ ഫോക്കസ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ജീവിതം കളർഫുൾ ആണ്, വണ്ടർഫുൾ ആണ്. അവിടെ പിന്നെ നമ്മൾ പ്രോബ്ലം എന്നൊരു പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ കഴിയൂല. നമ്മൾ നമ്മളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് എല്ലാത്തിനും ഒരു പീസ്നെസ്, എല്ലാത്തിലും ഒരു പീസ്നെസ് ഉണ്ടാവും. നമ്മളെ സറൗണ്ട് അത് തന്നെ ഒന്ന് മാറിപ്പോവും നമ്മൾ അറിയാതെ തന്നെ. ഈ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ്. നമുക്ക് കിട്ടുന്ന ഈ ഒരു ഒഴുക്കിലൂടെ, ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ജീവിതത്തിന്റെ ഈ ഒഴുക്കിലൂടെ പോകാനായിട്ട് ശ്രമിക്കുക. ഒന്നിലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാതെ ആ ഒരു ഒഴുക്കിലൂടെ ഒക്കെ പോയി നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള എല്ലാ പൊടിപടലങ്ങളൊക്കെ നീക്കി മുന്നേറാനൊക്കെ ആയിട്ടൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ എന്തില്ല നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ കുറച്ചൊക്കെ എഴുതിയെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മുടെ മുറിവിലൂടെയാണ് വെളിച്ചം വരുത്തുക എന്നൊക്കെ റൂമി പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, അത് എത്ര തന്നെ മനോഹരാണെന്ന് അറിയാം. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് വരുന്ന ഒരു പ്രതിസന്ധിയിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. പക്ഷെ ആ ഒരു മുറിവ് എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തിന് ശേഷം, ഓക്കെ, ഈ ഒരു സമയത്ത് ഈ ഒരു മുറിവ് വന്നത് കൊണ്ടല്ലേ എനിക്ക് ഇത്രയും ഒന്ന് നീങ്ങാനായിട്ട് സാധിച്ചത്, മുന്നോട്ട് പോകാനായിട്ട് സാധിച്ചത്, ആ ഒരു വെളിച്ചം കാണാനായിട്ടൊക്കെ പറ്റിയത് അതുകൊണ്ടല്ലേ. നമ്മൾ ആ പ്രോബ്ലത്തേക്ക് നോക്കാതെ പരിഹാരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റിസൾട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ അത് മോസ്റ്റ്ലി ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഒരു സന്തോഷം കിട്ടുന്നില്ല, എപ്പോഴും ഒരു എന്തൊക്കെയോ പോലെ ഒരു മനസ്സൊന്നും മാറുന്നില്ല, എന്ത് ചെയ്തിട്ടൊന്നും മാറാൻ പറ്റുന്നില്ല, കുറച്ചൊന്ന് ചെയ്യുമ്പോഴത്തേനും പിന്നെ ഒന്ന് മാറിപ്പോണു. അതെനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളിലേക്ക് നോക്കാത്ത കാരണം കൊണ്ടാണ്. നമ്മളിലേക്ക് നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു നിമിഷം അതിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷെ അത് നേടിയെടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെഡിറ്റേഷനിലൂടെയും ആ ഒരു ശ്വാസത്തിലൊക്കെ ശ്രദ്ധിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി ഈ പ്രകൃതിയിലുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലും ഉണ്ട്, അതുണ്ട്. അതുപോലെ എല്ലാ സിറ്റുവേഷൻസും ആക്സെപ്റ്റ് ചെയ്യുക. എനിക്ക് ഇല്ലാത്തൊരു സംഭവമായിരുന്നു അത്. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഞാൻ അത് ശ്രമിക്കാറേ ഇല്ലായിരുന്നു. പക്ഷെ അതൊക്കെ ശ്രമിച്ച് അതിനൊക്കെ നമ്മൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അൽഹംദുലില്ലാ അതേ പറയാനുള്ളൂ. എല്ലാത്തിനും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് വെച്ചാൽ മതി. ഈ ഒരു നിമിഷത്തിൽ ജീവിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡോട് കൂടിയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രസാ. നമുക്ക് എന്ത് തന്നെ മലയാണെങ്കിലും അതൊക്കെ ഒരു കുന്നിക്കുരു പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒരു അൽഹംദുലില്ലാ പറയാനുള്ളൂ കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സുഹാന മാം. തീർച്ചയായിട്ടും നമ്മൾ നമ്മളിലോട്ട് നോക്കുക. അപ്പോഴേ തന്നെ നമ്മൾ എന്താണ്, നമ്മളുള്ള ഒരു മാജിക്കൽ ഫീലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. താങ്ക് യു സോ മച്ച് അഗൈൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള, ലൈഫിന് എത്രത്തോളം എളുപ്പമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിലവ്ഡ് ആയിട്ടുള്ള ആളുകൾ, നിങ്ങളുടെ റിലേറ്റീവ്സ് കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സെഷൻസ് കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരാളുടെ ലൈഫ് എങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളതാണല്ലേ ചർച്ച ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം കൂടെ ആയിരിക്കും അത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ടൈം ഏകദേശം ആയിട്ടുണ്ട്. റെക്കോർഡിങ്സ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ പ്രൊവൈഡ് ചെയ്യട്ടോ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് അഗൈൻ ആൻഡ് ഗുഡ് നൈറ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.